ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മലങ്കര സഭ അടിസ്ഥാന കാരണങ്ങൾ അതിൻ്റെ 2ാമത്തെ എപ്പിസോഡ് ഇന്ന് ടെലികാസ്റ്റ് ചെയ്യപ്പെടുകയാണല്ലോ. നമുക്കറിയാം, അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡിന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് വന്ദിനായ ഇടനാലെ കോർപ്പിസ്കോപ്പ അച്ഛനാണ്. അച്ഛൻ്റെ വളരെ സുദീർഘമായ ഒരു സെഷൻ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച നമ്മളത് കണ്ടക്ട് ചെയ്തു. അതിൽ പല ഭാഗങ്ങളിൽ നിന്നും പല പോസിറ്റീവായ പല റെസ്പോൺസസ് നമുക്ക് ലഭിക്കുകയുണ്ടായി. വളരെയധികം ചർച്ചകൾക്കും അതുപോലെയുള്ളതായ ഡിസ്കഷൻസിനും ഒക്കെ ആ ഒരു ലൈവ് വഴിത്തിരിവായി എന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ഇത് തന്നെയാണ് ഈ ഡിസ്കഷൻസിൻ്റെ ഒക്കെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് കാരണം, ഒരു ഡിസ്കഷൻ പഠനം നടത്തുക, നമ്മളുടെ ശ്രോതാക്കളായിട്ടുള്ള എല്ലാവരും ഈ നമ്മളുടെ ചർച്ചകളെയൊക്കെ ഒരു പഠനം, ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റോട് കൂടെ കാണുക. അങ്ങനെയുള്ളതായ ഒരു അവസ്ഥയിൽ ഒരു അക്കാഡമിക് സ്റ്റഡി നടക്കുക എന്നൊരു പർപ്പസാണ് പ്രധാനമായിട്ടും ഇത്തരണത്തിലുള്ളതായ ചർച്ചകൾക്കൊക്കെ ഉള്ളതായ കാരണമെന്ന് നിങ്ങളെ ആമുഖമായിട്ട് ഓർപ്പിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ചത്തെ ലൈവിന് വളരെയധികം മികച്ചതായ പ്രതികരണങ്ങൾ സഭയുടെ പല ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുകയുണ്ടായി. സഭയിലെ അംഗങ്ങളും അല്ലാത്ത പുറത്തുനിന്നുള്ളതായ അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളും വളരെ പോസിറ്റീവായിട്ട് ആ ചർച്ചകളെ വീക്ഷിക്കുമെന്ന് അറിയുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയെന്നോണമാണ് അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഈ സൺഡേ നമ്മൾ സ്ട്രീം ചെയ്യുന്നത്. ഇന്ന് നമ്മോടൊപ്പം ഡിസ്കഷന് വേണ്ടി എത്തിയിരിക്കുന്നത് നമ്മളുടെ തുമ്പമൺ മെത്രാസനത്തിലെ വാഴമുട്ടം ബഹാനാം ഇടവകയിൽപ്പെട്ട ജിനു സി ബാബുവാണ്. ജിനുവിനെ എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് നല്ല പരിചയം ഉണ്ടായിരിക്കും. സഭാചരിത്രപരമായ ക്രിയാത്മകമായ ചർച്ചകളും അതുപോലെയുള്ളതായ വിശ്വാസപരവും അതുപോലെ അക്കാഡമിക് ആയിട്ടുള്ള ഈ നമ്മളുടെ ചരിത്രപരമായ വിഷയങ്ങളിൽ വളരെ ക്രിയാത്മകമായി പ്രതികരിക്കുന്ന ഒരാളാണ് ജിനു. ജിനുവിനെ ഏറെ സ്നേഹ ആദരവുകളോടെ നമ്മളുടെ ഈ ലൈവ് പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ വളരെ സ്നേഹത്തോടു കൂടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളുടെ ഇന്നത്തെ ചർച്ചയുടെ വിഷയം എന്ന് പറയുന്നത് ജിനു സംസാരിച്ചു. നമ്മളുടെ ഇന്നത്തെ ഒരു കഴിഞ്ഞ ദിവസത്തെ ചർച്ചയുടെ തുടർച്ച എന്നോണം ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് വേണ്ടി ഒരു കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കുറച്ച് സെലക്ടഡ് ടോപ്പിക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കുമ്പോൾ നമ്മൾ ചർച്ച പോകുന്നത്. കുറച്ച് 4 സെക്ഷൻസ് ആയിട്ട് നമ്മൾ റഫ്ലി ഈ ഡിസ്കഷൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 1 മണിക്കൂറിൽ ഒത്തിരി കൂടാതെ തന്നെ ഇന്ന് കൺക്ലൂഡ് ചെയ്യാൻ. കഴിഞ്ഞ ആഴ്ച ചർച്ച കുറെ അല്പം നീണ്ടുപോയി. പിന്നെ അത് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളാം. അപ്പം നമ്മൾ ആദ്യത്തെ വിഷയം ഇതാണ്: മർത്തോമാ ശ്ലീഹായുടെ മലങ്കര സഭ. മലങ്കര സഭ മർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ സഭയാണ് എന്നതാണ് ഈ സഭയുടെ ഔദ്യോഗികമായ വിശ്വാസം. സഭാവിശ്വാസികളും അങ്ങനെ ഒരു വിശ്വാസത്തിൽ നിൽക്കുന്നതായ വിശ്വാസികളാണ്. അത്തരം വിശ്വാസമുള്ള സഭയാണ് മലങ്കര സഭ. എന്നാൽ ചരിത്രം പഠിക്കുമ്പോൾ മലങ്കര സഭയിൽ നിന്ന് വിഘടിച്ചു പോയതായ വിഘടന വിഭാഗങ്ങളും പല പല കാലഘട്ടങ്ങളിൽ ഈ സഭയോട് വേർപിരിഞ്ഞു പോയിട്ടുള്ളതായ ആളുകളും ഈ സഭയോട് മാതൃസഭയോടുള്ളതായ ഒരു 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 ദേഷ്യം വരുമ്പോഴോ അല്ലെങ്കിൽ ഈ മാതൃസഭയോടുള്ളതായ ഒരു മറുതലിപ്പ് ഉണ്ടാകുമ്പോൾ അവർ ഡയറക്റ്റ്ലി മാർത്തോമാ ശ്ലീഹായെ കുറ്റം വിധിക്കാനും ആ മാർത്തോമാ ശ്ലീഹായെ ഒരു ജഡ്ജ് ചെയ്യാനും ഒക്കെ ഉള്ളതായ ഒരു ആറ്റിറ്റ്യൂഡ് ഈ അടുത്ത കാലത്ത് വളരെ കൂടുതലായിട്ടും, എന്നാൽ 1912 ശേഷം ഇത് ആരംഭിച്ചതാണ്. യാക്കോബ് തൃതീയൻ പാത്രിയർക്കീസിന്റെ കാലത്ത് മർത്തോമാ ശ്ലീഹയ്ക്ക് പട്ടമില്ലെന്നും അദ്ദേഹം മെത്രാപ്പോലീത്ത അദ്ദേഹത്തിന് ഒരു സ്ഥാനമില്ല എന്നുള്ളതായ കൽപ്പന വരുന്നു. 203 നമ്പർ കൽപ്പനയെ പറ്റി കഴിഞ്ഞ ആഴ്ചത്തെ വിശദമായ ഇടയാൽ അച്ഛന്റെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നുണ്ട്. അല്ലെങ്കിൽ അധികം കടക്കുന്നില്ല. മലങ്കര സഭയോടുള്ളതായ ഒരു വിദ്വേഷവും ഈ സഭയോടുള്ള ഒരു അസഹിഷ്ണുതയും ഇത് മർത്തോമാ ശ്ലീഹായോടുള്ള ഒരു വിദ്വേഷമായിട്ട് പലപ്പോഴും ഡയറക്ട്ലി അദ്ദേഹത്തെ അതിൽ ബ്ലെയിം ചെയ്യുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മലങ്കര സഭയുടെ വിശ്വാസം എന്ന് പറയുന്നത് AD 82 മർത്തോമാ ശ്ലീഹ ഭാരതത്തിൽ വന്നു. അദ്ദേഹം സ്ഥാപിച്ച സഭയാണ് നമ്മളുടെ സഭ എന്നുള്ളതാണ് നമ്മളുടെ വിശ്വാസം. എന്നാൽ നമ്മളുടെ മറുഭാഗമായ യഗോബായ വിഭാഗത്തിലെ ഉള്ളവർക്ക് ആ ഒരു വിശ്വാസം അത്ര ശക്തമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ കാവൽ പിതാവായിട്ട് അംഗീകരിക്കുന്നു, നമ്മൾ പിതാവായിട്ട് അംഗീകരിക്കുന്നു. രണ്ടിനും 2 ലിറ്റർജിക്കൽ ടേംസിന് വ്യത്യാസമുണ്ട് എങ്കിലും ആ ഒരു മർത്തോമാ ശ്ലീഹ വന്നോ എന്നൊരു തർക്കം ഉള്ള പല ആളുകളും അവിടെയുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻസിനെ പറ്റി ജഡ്ജ് ചെയ്യുന്നവരായുള്ള ആളുകൾ ആ സഭയിലുണ്ട്. അപ്പൊ അവിടെ ഒക്കെ നോക്കുമ്പോൾ നമ്മുടെ സഭയുടെ വിശ്വാസം എന്ന് പറയുന്നത് അദ്ദേഹം ഇവിടെ എത്തി എന്നുള്ളതാണ്. ഇതിന്റെ ഒരു ചരിത്രം മർത്തോമാ ശ്ലീഹായെ പറ്റിയുള്ള സഭാചരിത്രപരമായ ഒരു വീക്ഷണത്തെ പറ്റിയാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത്. ജിനുവിലേക്ക്.
അപ്പോൾ ലിൻഡോ എന്റെ തുടക്കത്തിൽ ആമുഖമായി പറഞ്ഞതുപോലെ മാർത്തോമാ ശ്ലീഹായുടെ ഭാരത സന്ദർശനം, അതേപ്പറ്റി നമ്മൾ ഈ യാക്കോബായ സഹോദരങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാർത്തോമാ ശ്ലീഹയാണ് മലങ്കര സഭ സ്ഥാപിച്ചത് എന്ന് നിങ്ങൾ ഒരു സംശയരഹിതമായ, അതായത് ഒരു ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൃത്യമായ ഉത്തരം നമുക്ക് അവരുടെ ഭാഗത്തുനിന്ന് ലഭിക്കില്ല. അപ്പൊ അവര് കുറച്ച് കൂട്ടര് ഇങ്ങനെ പറയും, ഞങ്ങള് മാർത്തോമാ ശ്ലീഹായെ മലങ്കര സഭയുടെ കാവൽ പിതാവായിട്ട് അംഗീകരിക്കുന്നു. അതിനർത്ഥം മാർത്തോമാ ശ്ലീഹ വന്നു എന്ന് ഞങ്ങൾ കുറച്ച് വിശ്വസിക്കുന്നു എന്നല്ല, വന്നില്ല എന്ന് ഞങ്ങൾ പറയുന്നുമില്ല. അങ്ങനെ ഒരു ഒഴുക്കം മട്ടിലൊരു മറുപടിയാണ് അവരുടെ ഭാഗത്തുനിന്ന്, ഒരു കൂട്ടരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത്. മറിച്ചൊരു കൂട്ടര് പറയുന്നത് മാർത്തോമാ ശ്ലീഹ വന്നിട്ടുണ്ടാവാം, ചിലപ്പോ സഭ സ്ഥാപിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് മാർത്തോമാ ശ്ലീഹായ്ക്ക് ഇവിടെ ഒരു ശ്ലൈഹിക പിന്തുടർച്ചയുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു കൂട്ടരുണ്ട് യാക്കോബായ പക്ഷത്ത്. പിന്നെ വേറൊരു കൂട്ടര് മാർത്തോമാ ശ്ലീഹ വന്നിട്ടില്ല, ക്നായ് തോമ, അതായത് 4-ാം നൂറ്റാണ്ടിലെ ആദ്യത്തെ പെർഷ്യൻ കുടിയേറ്റത്തിലൂടെ വന്ന ക്നായ് തോമയെ മാർത്തോമാ ശ്ലീഹായിട്ടും നമ്മുടെ മലങ്കര നസ്രാണികളെ തെറ്റിദ്ധരിച്ചാണ് ആ ഒരു തോമ എന്നുള്ള ഒരു പദം വന്നതും. ആ ഒരു തെറ്റിദ്ധാരണ മൂലമാണ് ഈ ക്നായ് തോമയെ മാർത്തോമാ ശ്ലീഹായിട്ട് തെറ്റിദ്ധരിച്ചാണ് എന്നും ഒരു കൂട്ടര് വാദിക്കുന്നുണ്ട്. അപ്പം ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ഒരു ഉത്തരം, അതായത് ഒരു അടിവരയിട്ട ഒരു ഉത്തരം ഇവരിൽ നിന്ന് കിട്ടില്ല. അപ്പം നമുക്ക് ഇവരോട് തർക്കിക്കാൻ വേണ്ടി നമുക്ക് പറയാം, പല നമ്മളുടെ ഇപ്പോ നിരണം ഗ്രന്ഥാവലിയാണെങ്കിലും കണ്ടനാട് ഗ്രന്ഥാവലിയാണെങ്കിലും മുളന്തുരുത്തി സുന്നതദോസിന്റെ കാനോനുകളായാലും ഇതിലെല്ലാം മാർത്തോമാ ശ്ലീഹ വന്ന് മലങ്കര സഭ സ്ഥാപിച്ചു എന്ന് കൃത്യമായി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു മറുപടി, മാർത്തോമാ ശ്ലീഹ വന്നു എന്നൊരു അഭ്യൂഹം അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്താ ഒരു വിശ്വാസം നമുക്കുണ്ട്. പക്ഷെ മാർത്തോമാ ശ്ലീഹ വന്നു എന്നൊരു വിശ്വാസം നമ്മുടെ ഇതില് റെക്കോർഡിക്കലായിട്ട് അവർ വിശ്വസിക്കണമെങ്കിൽ മാർത്തോമാ ശ്ലീഹ അതായത് മാർത്തോമാ ശ്ലീഹ ഒരു മെത്രാൻ അല്ലെങ്കിൽ ഒരു പിൻഗാമി ഇവിടെ വാഴിച്ചു എന്ന് ഒരു പേര് നമുക്ക് പറയാൻ കഴിയണം. എന്നാലേ അവരാ ഒരു ഉറച്ച വിശ്വാസത്തിലേക്ക് അവർ വരുള്ളൂ എന്നാണ് ഒരു കൂട്ടർ അങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പം ഈ മാർത്തോമാ ശ്ലീഹ വന്നിട്ടില്ലയോ എന്നുള്ളതിനെ ഒരു നിരീക്ഷണം എന്താണെന്ന് നമുക്ക് കണ്ടിട്ട്, ആ ഒരു ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് നമുക്ക് എൻ്റെ ബാക്കി ഒരു വിശദീകരണത്തിലേക്ക് പോകാൻ വിചാരിക്കും. അപ്പൊ ആദ്യത്തെ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. ഒരുപാട് അങ്ങ് വരെ പൈതൃകം പോകണ്ട, നിങ്ങളുടെ 2 തലമുറ മുമ്പുള്ള പൈതൃകത്തെ പോലും നിഷേധിക്കുന്ന പണിയാണ് ഇപ്പൊ ചെയ്യുന്നത്. ഞാൻ 2 തലമുറ മുമ്പ് മാർത്തോമക്കാര് സ്വതന്ത്ര ദേശീയ സഭാവാദവുമായിട്ട് പോയപ്പോ ഞങ്ങളെ അതിന് കിട്ടില്ല, ഏകവും വിശുദ്ധവും കാതോലികവും ശ്ലൈഹികവുമായ സഭയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ഉറച്ചു നിന്നവരുടെ മക്കളാണ് പിന്നീട് ഇപ്പോ പാത്രീർക്കീസ് ബാവയെ ചീത്ത വിളിക്കുന്നത്. ഞാൻ വീണ്ടും ബ്രാക്കറ്റിൽ പറയാണ്, ഇത് കഴിഞ്ഞ് മാർഗം കൂടിയവരല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു പൂർവികതയാണുള്ളത്. മനസ്സിലായോ? നിങ്ങളുടെ പൂർവികതയിലേക്കുള്ള ഒരു ക്ഷണമാണ് ഈ സീരീസിലൂടെ നടത്തുന്നത്. നിങ്ങളുടെ തന്നെ പൈതൃകത്തിലേക്ക്, നിങ്ങളുടെ സത്വബോധത്തെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അത് മാർത്തോമക്കാർ ഇതേ വാദം ഉന്നയിച്ച് ഇവിടെ കേസ് നടത്തിയപ്പോൾ അതിനെതിരായിട്ട് ഉറച്ച നിലപാടെടുത്ത് മാർത്തോമായുടെ അത്താനാസിയോസിന്റെ കൂടെ പോകില്ല, പാലക്കുന്നത്ത് അത്താനാസിയോസിന്റെയോ അല്ലെങ്കിൽ പിന്നീട് നമ്മുടെ ഈ മാത്യൂസ് മാർ അത്താനാസിയോസിന്റെയോ തോമസ് മാർ അത്താനാസിയോസിന്റെയോ ആ ഒരു ടീമിലേക്ക് ഞങ്ങളില്ല, ഞങ്ങൾ അന്ത്യോക്യൻ പാത്രിയർക്കീസിന്റെ ഒപ്പം ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞവരുടെ പിൻഗാമികൾ. ഞാൻ പിന്നെ പിൻഗാമികൾ എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റിൽ വീണ്ടും പറയുകയാണ്, കാരണം കുറെ ആളുകൾ അത് കഴിഞ്ഞ് കടവിൽ തിരുമേനിയുടെ പരിമല തിരുമേനിയുടെ ഒക്കെ കാലത്ത് കുറെ ആളുകൾ സഭയിലേക്ക് വന്നിരുന്നു. അവരുടെ പിതാക്കന്മാരൊന്നും ഈ കാര്യത്തിലൊന്നും അറിവുള്ളവരല്ലായിരുന്നു.
അതുകൊണ്ട് അങ്ങനെ ഒരു പൂർവികത നിങ്ങൾക്കുണ്ടെങ്കിൽ, പൈതൃകമുണ്ടെങ്കിൽ, പൈതൃകമുള്ളവർ എവിടെ നിൽക്കും? യാക്കോബ് പക്ഷത്ത് നിൽക്കും. അതിനകത്ത് കൂടുതൽ ഗവേഷണവും നടത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ എവിടെയായിരുന്നു നിന്നേ? നിങ്ങളുടെ പിതാക്കന്മാർ ഈ മാർത്തോമാ സഭ ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നവരാണോ, അതോ നിങ്ങൾ അത് കഴിഞ്ഞ് സഭയിൽ ചേർന്നവരാണോ? ഇത്രയും ചിന്തിച്ചാൽ മതി. അങ്ങനെ നേരത്തെ മുതലുള്ളവരാണെങ്കിൽ വല്യപ്പന്മാർ പറഞ്ഞറിയാം, പാലക്കുന്നത്ത് അത്താനാസ്യോസൊക്കെ ഈ ശീസ്മാറ്റിക്കായിട്ട് മുന്നോട്ട് പോയപ്പോൾ നമ്മൾ അന്ത്യോക്യം പാത്രിക്കീസിന്റെ പക്ഷത്താണ് ഉറച്ചു നിന്നത്. വല്യപ്പന്മാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടില്ലേ? അങ്ങനെ കേട്ടിട്ടില്ലാത്തവരെ സംബന്ധിച്ച് അവരുടെ വല്യപ്പന്മാർ ആ സമയത്ത് ക്രിസ്ത്യാനികളല്ലായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ വന്നു കഴിയുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു പൈതൃകം പറയാനില്ല. പിന്നെ ഈ ശൂന്യതയിൽ നിന്ന് ഭസ്മം എടുക്കുന്ന പോലെ ഇങ്ങനെ ഒരു പൈതൃക കഥ ആണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് ചില ആളുകൾക്ക് വിഷമിച്ചു. കാരണം ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിനും ഇന്ത്യൻ പെൻഡക്കോസ്റ്റൽ ചർച്ചിനും തമ്മിൽ നമ്മൾ നോക്കിയാൽ ഇന്ത്യൻ പെൻഡക്കോസ്റ്റൽ ചർച്ചിനാണ് കൂടുതൽ വാലിഡിറ്റി ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ പെൻഡക്കോസ്റ്റ് സഭയാണത്. പെന്തക്കോസ്ത് എന്ന വാക്ക് ബൈബിളിലുണ്ട്, പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിലുണ്ട്. പെന്തക്കോസ്ത് നാൾ വന്നപ്പം എല്ലാവരും കൂടിയിരുന്നു, അവര് അന്യഭാഷകൾ സംസാരിച്ചു. ഇന്നും അവര് അന്യഭാഷ പറയാറുണ്ട്. അന്യഭാഷ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് മറ്റൊരു വാദമാണ്. പക്ഷെ നിങ്ങളെക്കാൾ വാലിഡിറ്റി ഉണ്ട്. പിന്നെ അത് 1-ാം നൂറ്റാണ്ട് മുതൽ ഉണ്ട്. AD 52 തോമസ് ലീഹ വന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ AD 30 പരിശുദ്ധാത്മാവ് വന്നെന്നാണ് അവർ പറയുന്നത്. ഇപ്പൊ ഇന്ത്യൻ പെന്തക്കോസ്തുകാര് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയും കൂടെ താരതമ്യപ്പെടുത്തിയാൽ ഇന്ത്യൻ പെന്തക്കോസ്തുകാർ പറയുന്നത്, അല്ല ഇന്ത്യൻ ഓർത്തഡോക്സുകാർ പറയുന്നത് തോമസ് ലീഹ വന്നു എന്നാണ്. ഇവിടെ എഴുതിയിട്ടൊന്നുമില്ല, അങ്ങനത്തെ രേഖയൊന്നുമില്ല. പിന്നെ തോമസ് ലീഹ വന്നു, പാരമ്പര്യമായ വിശ്വാസമാണ്. തോമസ് ലീഹ വന്നത് കൊണ്ടാണ് കേരളത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ടായതെന്ന് എനിക്ക് ബോധ്യമില്ല. എൻ്റെ ബോധ്യം കനായി തോമയും പിന്നീട് വന്ന ക്നാനായ കുടിയേറ്റവും കൊണ്ടാണ് കേരളത്തിൽ ക്രിസ്ത്യാനികൾ ഉണ്ടായത്. കാരണം ക്നാനായ കമ്മ്യൂണിറ്റി കേരളത്തിൽ വന്നപ്പോൾ ആ വർത്തക സമൂഹത്തിന് കേരളത്തിൽ കിട്ടിയ വർദ്ധിച്ച സ്വീകാര്യതയും സാമൂഹികമായ പദവികളും കണ്ടപ്പോൾ പ്രായണ താഴ്ന്ന നിലവാരത്തിലുണ്ടായിരുന്ന പല സമുദായങ്ങളും തങ്ങൾക്ക് സാമൂഹികമായ പിന്നോക്കാവസ്ഥയെ മാറ്റുവാനും ഒരു സോഷ്യൽ അപ്ഗ്രേഡേഷൻ നടത്തുവാനും വേണ്ടി ക്രിസ്ത്യാനിറ്റിയെ പുലുകുകയാണ് ഉണ്ടായത്. അതിന്റെ ഇദ്ദേഹത്തിന്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇദ്ദേഹം പറയുന്നത് മാർത്തോമാ ശ്ലീഹ കേരളത്തിൽ വന്നു എന്നുള്ളത് ഒരു അഭ്യൂഹം മാത്രമാണ്, അല്ലാതെ അതൊരു എഴുതപ്പെട്ടതോ അല്ലെങ്കിൽ റെക്കോർഡിക്കലായിട്ട് വന്നിട്ടുള്ള ഒരു ചരിത്രമല്ല എന്ന്. പിന്നെ ഇദ്ദേഹം പറയുന്നത് ക്നായ് തോമയാണ് മലങ്കര സഭ സ്ഥാപിച്ചത്. മലങ്കര സഭ അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ് പറയുന്നത്. ക്നായ് തോമ 4-ാം നൂറ്റാണ്ടിലെ മലങ്കരയിൽ വന്നപ്പോൾ ക്നായ് തോമയുടെ കൂടെ വന്നവർക്കും ക്നായ് തോമയ്ക്ക് കിട്ടിയ ഒരു നാട്ടുകാരിൽ നിന്ന് കിട്ടിയ ഒരു സ്വീകരണത്തെ, അവർക്ക് കിട്ടിയ പദവികളൊക്കെ കണ്ടിട്ട് ഈ നാട്ടിലെ മറ്റു മതസ്ഥരായ ആൾക്കാര് ക്രിസ്തു മതത്തിലേക്ക് അവർക്ക് കിട്ടുന്ന അംഗീകാരം കണ്ട് അതിലേക്ക് കടന്നു വന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ ഇദ്ദേഹം നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സഭക്കാർക്ക് വലിയൊരു ഉപദേശം തരുന്നുണ്ട്. അത് ഉപദേശം എന്താണെന്ന് വെച്ചാൽ ഈ റോയൽ കോടതി വിധിയെ കുറിച്ചാണ് ഇദ്ദേഹം, ആ കാലഘട്ടത്തെ കുറിച്ചാണ് ഇദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത്. നമുക്കെല്ലാം അറിയാം, പാലക്കുന്നത്ത് മാത്യൂസ് മാർ അത്താനാസ്യോസ് തിരുമേനി അന്ത്യോക്യയിൽ പോയി പട്ടമേറ്റ് തിരിച്ചു വന്നിവിടെ നവീകരണ വിശ്വാസം പ്രചരിപ്പിച്ചു തുടങ്ങിയപ്പോൾ അതേ തുടർന്നുണ്ടായ ഒരു ഭിന്നതയുടെ ഭാഗമായിട്ട് തിരുവിതാംകൂർ റോയൽ കോടതിയിൽ വ്യവഹാരം ആരംഭിക്കുകയും അതിനോടനുബന്ധിച്ച് തിരുവിതാംകൂർ റോയൽ കോടതിയിൽ നിന്ന് കോടതി വിധികൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കോടതി വിധി വരുന്ന സമയത്ത് അതായത് മലങ്കര അല്ലെങ്കിൽ പുലിക്കോട്ടിൽ ദീവന്നാസ്യോസ് തിരുമേനിയെ മലങ്കര മെത്രാപ്പോലീത്തെ അനുകൂലിച്ചിരുന്നവർ അന്ത്യോക്യ പാത്രിക്കീസിനെ അവരുടെ ആത്മീയ അധ്യക്ഷനായിട്ട് അംഗീകരിച്ചു. അന്ത്യോക്യ പാത്രിക്കീസിന് ഒപ്പം നിന്നവരാണ് മലങ്കര സഭക്കാരെന്നും നവീകരണക്കാര് തോമസ് മാർ അത്താനാസ്യോസ് തിരുമേനിയോടൊപ്പം നിന്നവരാണെന്നാണ് പറയുന്നത്. അപ്പം ഈ 1889 റോയൽ കോടതി വിധി വരുന്നത്. റോയൽ കോടതി വിധി വരുന്ന സമയത്ത്
ഈ ബാവ കക്ഷി മത്രം കക്ഷി എന്നുള്ള ഒരു തർക്കമില്ല. അപ്പോൾ ഈ രണ്ടു കൂട്ടരും അന്ന് ഇപ്പോഴത്തെ കാതോലിക്ക കക്ഷിക്കാരും ബാവ കക്ഷിക്കാരും അന്ന് ഒരു പക്ഷത്തായിരുന്നു, നവീകരണക്കാര് മറ്റൊരു പക്ഷത്ത്. അപ്പൊ ഈ മാർത്തോമാ ശ്ലീഹായുടെ ഭാരത പ്രവേശനത്തെ പറ്റി റോയൽ കോടതി വിധിയിൽ എന്താണ് പറയുന്നത്? ഇപ്പൊ എനിക്ക് ചെറിയൊരു ടെക്നിക്കൽ പ്രശ്നം വന്നത്, ഞാൻ എൻ്റെ ലാപ്ടോപ്പ് വഴിയാണ് ഈ സൂം മീറ്റിംഗിൽ ചെയ്യേണ്ടിരുന്നത്. പക്ഷേ എൻ്റെ ലാപ്ടോപ്പിൽ ചെറിയൊരു നെറ്റ്വർക്കിന്റെ പ്രോബ്ലം വന്നുകൊണ്ട് എനിക്ക് ലാപ്ടോപ്പ് വഴി കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഈ റോയൽ കോടതി വിധിയുടെ ഒരു ഭാഗം ഞാൻ കാണിക്കാം. അപ്പോൾ എൻ്റെ ക്യാമറയിലാണ് ഞാൻ കാണിക്കുന്നത്, എൻ്റെ ലാപ്ടോപ്പിൽ ഞാനത് ഓപ്പൺ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഈ ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ പറയുന്നത്, ഇപ്പോൾ ഒന്നാമത്തെ ഭാഗത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. ശുദ്ധമുള്ള തോമസ് അപ്പോസ്തലൻ ക്രിസ്താബ്ദം AD 52 മലങ്കര വന്ന് ക്രിസ്ത്യാനി മാർഗത്തെ പ്രസംഗിച്ചു. വളരെ ആളുകൾ മാർഗത്തിൽ ചെന്നു എന്ന് ഇരു കക്ഷികളും സമ്മതിക്കുകയും എല്ലാ ചരിത്രക്കാരും അനുവദിക്കുകയും ചെയ്യുന്നു. അതായത് AD 52 മാർത്തോമാ ശ്ലീഹ മലങ്കരയിൽ വന്നുവെന്ന് അന്നത്തെ മലങ്കര സഭ അല്ലെങ്കിൽ ദീവന്നാസ്യ തിരുമേനിയോടൊപ്പം നിന്ന ആൾക്കാരും നവീകരണ പക്ഷത്തോടിരുന്ന ആൾക്കാരും സംശയ ലേശം ഇല്ലാതെ അവരംഗീകരിക്കുകയും അവരത് വിശ്വസിക്കുകയും ചെയ്തിരുന്നു. അപ്പം ഈ ക്നായിത്തോമയാണ് മലങ്കരയിൽ വന്ന് സഭ സ്ഥാപിച്ചത് എന്ന വിശ്വാസം അന്നത്തെ മാർത്തോമാക്കാർക്കും മലങ്കരക്കാർക്കും ഇല്ല. അന്ന് ഒരു മനുഷ്യൻ പോലും അങ്ങനെ വിശ്വസിച്ചിരുന്നില്ല. അപ്പം ഞാൻ ഈ ഷിബു പീഡിയക്കിൽ പറയുന്ന ഒരു കാര്യം, ഈ നവീകരണ സമയത്ത് അല്ലെങ്കിൽ ഈ വ്യവഹാരം നടന്നിരുന്ന സമയത്തെ പൂർവികര്, 2 തലമുറ മുമ്പുള്ള പൂർവികര് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ 2 തലമുറ മുമ്പുള്ള പൂർവികര് നമ്മളെ അല്ല ഓർത്തഡോക്സുകാരെ ശരിയായി പഠിപ്പിച്ചിരുന്നെങ്കിൽ അവര് പാത്രികീസിനൊപ്പം നിന്നേനെ എന്നാണ് അവർ പറയുന്നത്, ഈ ഷിബു പീഡിയക്കിൽ പറയുന്നത്. അപ്പൊ അതിന് ഈ അന്നത്തെ ഒരു വിശ്വാസം മാർത്തോമാ ശ്ലീഹ മലങ്കരയിൽ വന്നു സഭ സ്ഥാപിച്ചു എന്നതാണ്. അവിടെ ഒരു സംശയം 2 കൂട്ടർക്കില്ല, ഈ മാർത്തോമാക്കാർക്കും ഇല്ല, ഓർത്തഡോക്സുകാർക്കും ഇല്ല, അതായത് യാക്കോബക്കാർക്കും ഇല്ല. അപ്പം ഈ സംശയം ഇന്ന് ഷിബുവിന്റെ കുടുംബക്കാർക്ക് വന്നു എങ്കിൽ അതിന്റെ അർത്ഥം ഈ ഷിബുവിന്റെ കുടുംബക്കാര് ഇതിന് ശേഷം മാർഗം കൂടിയവരാണെന്നല്ലേ. അതായത് അന്നത്തെ കാലത്ത് ഈ മാർത്തോമാ ശ്ലീഹ മലങ്കരയിൽ വന്നു എന്ന് ആർക്കും സംശയമില്ല. ഒരു കുടുംബക്കാർക്കും സംശയമില്ല മലങ്കരയിൽ. അത് മാർത്തോമക്കാരുടെ, ഓർത്തഡോക്സുകാരെയും യാക്കോബക്കാരുടെയും ഒരു കുടുംബക്കാർക്കും സംശയമില്ല. ഇപ്പൊ ഇന്ന് ഷിബു പീഡിയക്കൽ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു സംശയം വന്നെങ്കിൽ അപ്പോൾ അതിന്റെ അർത്ഥം ഈ മാർത്തോമാ ഈ നവീകരണ കോടതി വ്യവഹാരം നടക്കുന്ന സമയത്തുള്ള അത് കഴിഞ്ഞ് അതിന് ശേഷം മാർഗം കൂടിയവരാണ് ഈ ഷിബുവിന്റെ കുടുംബക്കാരെന്നല്ലേ. അത് തന്നെയാണല്ലോ പുള്ളിയും പറയുന്നത്. അപ്പൊ അന്ന് ഈ നവീകരണ വ്യവഹാരം നടന്ന സമയത്ത് അന്നത്തെ പിതാക്കന്മാർ വിശ്വസിച്ചിരുന്നതല്ല ഇന്നത്തെ ഓർത്തഡോക്സുകാർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ നവീകരണ കാലത്തിന് ശേഷം മാർഗം കൂടിയവരാണെന്നാണ് ഇദ്ദേഹം ആ വീഡിയോയിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അന്ന് വിശ്വസിച്ച എന്താണെന്നാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അന്ന് മാർത്തോമാ ശ്ലീഹയാണ് മലങ്കരയിൽ സഭ സ്ഥാപിച്ചത് എന്ന് യാതൊരു സംശയവുമില്ല. ഇന്നത്തെ പാവകക്ഷിക്കാർക്ക് ചെറിയ സംശയമുണ്ട്. കാവൽ പിതാവായിട്ട് മാത്രമായിട്ടല്ല അന്നത്തെ മലങ്കര നസ്രാണികൾ മാർത്തോമാ ശ്ലീഹയെ കണ്ടിരുന്നത്. അത് ഓർത്തഡോക്സുകാരും യാക്കോബായക്കാരും മാർത്തോമക്കാരും ഒരു സംശയത്തിനും ഇടയില്ലാതെ മാർത്തോമാ ശ്ലീഹയാണ് മലങ്കര സഭ സ്ഥാപിച്ചത് എന്ന് അവർ സംശയലേശമന്യേ വിശ്വസിച്ചിരുന്നു എന്നതാണ് ഈ ഡോക്യുമെന്റ്, ഈ റോയൽ കോടതി വിധിയുടെ റെക്കോർഡിക്കലായിട്ടുള്ള ഡോക്യുമെന്റ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതെ. അപ്പൊ അത് നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അന്നുണ്ടായിരുന്ന ഇരു വിഭാഗങ്ങളും, അതായത് നവീകരണ വിഭാഗക്കാരും ആ നവീകരണ വിഭാഗത്തെ എതിർത്തു നിന്നതായ പൗരാണികമായ സഭയുടെ വിഭാഗക്കാരും, ഇരു വിഭാഗക്കാരും ഒരുമിച്ച് കോടതിയിൽ മൊഴി കൊടുത്തത് മാർത്തോമാ ശ്ലീഹ ഇവിടെ വന്നുവെന്നും അദ്ദേഹം സഭ സ്ഥാപിച്ചിരുന്നുവെന്നും ഈ ഇരു വിഭാഗത്തിനും അന്നത്തെ കാലത്ത് തർക്കം ഉണ്ടായിരുന്നില്ല. അതായത് റോയൽ കോർട്ട് ജഡ്ജ്മെന്റിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്ന ഇരു വിഭാഗക്കാര്, അന്നത്തെ തർക്കമില്ല എന്ന് മാത്രമല്ല അന്നത്തെ എല്ലാ ചരിത്രകാരന്മാരും അത് അനുവദിക്കുകയും ചെയ്യുന്നു. ചരിത്രകാരെന്ന് പറഞ്ഞാൽ ചരിത്രകാരന്മാര് പഠിപ്പിച്ചാണ്, അതിന്റെ ബാക്കിയായിട്ട് ആളുകളെ ഇരു കക്ഷികളും സമ്മതിക്കുകയും എല്ലാ ചരിത്രകാരും അത് അനുവദിക്കുകയും ചെയ്യും. അത് ഇതൊരു പഴയ മലയാളത്തിലാണ്, അതുകൊണ്ട് ആണ് ഇങ്ങനെയൊക്കെ കൊടുത്തിരിക്കുന്നത്. എല്ലാ ചരിത്രകാരന്മാരും അനുവദിക്കുകയും ചെയ്യുന്നു. അതായത്
അന്ന് ഒരു ചരിത്രകാരന്മാരും ഇതിന് വിഭിന്നമായ ഒരു ചരിത്രം പഠിപ്പിച്ചിട്ടില്ല. ഇപ്പൊ ഇവർക്ക് എങ്ങനെയാണ് ഈ ജ്ഞായിത്തമ കയറി വന്നത്? ശിവു പിടിക്കലിന് ഇപ്പൊ എങ്ങനെയാണ് ഈ ജ്ഞായിത്തോമയാണ് മലങ്കര സഭയുടെ സ്ഥാപകൻ എന്നുള്ള ആ ഒരു ചരിത്രം എവിടെ നിന്നാണ് വന്നത്? അതിനർത്ഥം ശിവു പിടിക്കലിലെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബം ഈ ഈ ഈ റോയൽ കോടതി വ്യവഹാരം നടന്നതിന് ശേഷമാണ് മാർഗം കൂടി വന്നതെന്നാണ്. അങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു. അത് പുള്ളി അങ്ങനെയാണ് പറയുന്നത്. നമ്മള് മാർത്തോമ ഈ നവീകരണ വ്യവഹാരം നടന്ന സമയത്ത് അന്നത്തെ പിതാക്കന്മാർ വിശ്വസിച്ചിരുന്നത് പാത്രിക്കീസ് അല്ലെങ്കിൽ അന്ത്യോക്യ പാത്രിക്കീസുമായിട്ടുള്ള ബന്ധത്തിൽ നിലനിൽക്കണമെന്നാണ്. അതുകൊണ്ട് അതിനെതിരെ നമ്മൾ ഓർത്തഡോക്സ് സഭക്കാരെ അങ്ങനെ അതിനെതിരെ ഒരു വിശ്വാസം നമ്മൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് ശേഷം മാർഗം കൂടി വരുന്നതാണ് ഈ വീഡിയോയിൽ ശിവു പീഡികയിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പം ഇവിടെ മാർത്തോമാ ശ്ലീഹായുടെ ഒരു അന്ന് മാർത്തോമാ ശ്ലീഹായുടെ ഭാരത സഭാ സ്ഥാപനത്തെ സംശയം ലേശമന്യേ എല്ലാ വിഭാഗക്കാരും അംഗീകരിച്ചതിനെ ഇപ്പം ഷിബു പീഡിക്കൽ ചോദ്യം ചെയ്തെങ്കിൽ അതിന്റെ അർത്ഥം അദ്ദേഹത്തിന്റെ കുടുംബം ഇതിന് ശേഷം മാർഗം കൂടി വന്നതാണെന്നാണ്. അതാണ് എൻ്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് പറയുന്നത്. അപ്പൊ അതിനുശേഷം ഈ നമ്മുടെ ഈ അതപ്പോൾ നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് മാർത്തോമാ ശ്ലീഹ മലങ്കരയിൽ വന്നു എന്നത് സംശയ ലേശമന്യേ എല്ലാ വിഭാഗക്കാരും, അതായത് അന്നത്തെ എല്ലാ വിഭാഗക്കാരും അംഗീകരിച്ചിരുന്നു. അതിന് യാതൊരു സംശയവും ഇത് ഇപ്പോഴത്തെ പാത്രികീസ് കക്ഷിക്കാർ പറയുന്ന പോലെ ഇന്ത്യയുടെ കാവൽ പിതാവായിട്ടോ മലങ്കരയുടെ കാവൽ പിതാവായിട്ടോ ഒന്നുമല്ല. അത് മലങ്കര സഭയുടെ സ്ഥാപകനായിട്ട് ഒരു സംശയമില്ലാതെ രണ്ടു കൂട്ടരും വ്യക്തമായി അംഗീകരിച്ചിരിക്കുന്നു. അപ്പൊ അതിന് ആ ഒരു ഉണ്ടാവാം എന്ന സംശയകരമായിട്ടാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ അതിനർത്ഥം ഈ നവീകരണ വ്യവഹാരം നടക്കുന്ന സമയത്തെ പിതാക്കന്മാർ വിശ്വസിച്ചിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായൊരു വിശ്വാസമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് എന്നാണ് അതിന്റെ അർത്ഥം. അതായത് നമ്മൾ എല്ലാം ഒരേ ഡയറക്ഷനിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നതാണ്. ഇന്ന് നിങ്ങൾ വേറൊരു ഡയറക്ഷനിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഈ രേഖയിൽ നിന്നും മാറിപ്പോയി എന്നാണ്. അല്ല, നിങ്ങൾ മാർത്തോമാ ശ്ലീഹായാണ് മലങ്കര സഭയുടെ സ്ഥാപകൻ എന്ന സംശയ ലേശം എന്നെ വിശ്വസിക്കുന്നു എങ്കിൽ മലങ്കരയിൽ ക്രിസ്ത്യാനികളെ വിശ്വാസികളെ ക്രിസ്തുവിൽ ജനിപ്പിച്ചത് മാർത്തോമാ ശ്ലീഹായാണെന്ന് നിങ്ങൾ അംഗീകരിക്കണം. അതായത് ഈ ജനിതകമായിട്ട് ബയോളജിക്കൽ സയൻസ് പ്രകാരം ജനിപ്പിക്കുന്ന ആളാണ് അപ്പന് അല്ലെങ്കിൽ പിതാവ് എന്ന് പറയുന്നത്. അല്ലാതെ വന്നു പോകുന്നവരോ അല്ലെങ്കിൽ നമ്മളെ വേദം പഠിപ്പിക്കാൻ വന്നവർ, വേദം പഠിപ്പിക്കാൻ വരുന്നവർ നമ്മൾ കൊടുക്കുന്ന പേര് ഗുരു എന്നാണ്. നമ്മളുടെ ഒരു രീതി അനുസരിച്ച് പഠിപ്പിക്കാൻ വരുന്ന ഗുരു എന്ന്. പക്ഷെ പിതാവ് എന്ന് നമ്മൾ കണക്കാക്കുന്നത് നമ്മളെ ജനിപ്പിച്ച വ്യക്തിയെ മാത്രമാണ്. അല്ലാതെ മറ്റൊരു പിതാവ് പഠിപ്പിക്കാൻ വന്നവനോ അല്ലെങ്കിൽ ഇവിടെ വേദം പഠിപ്പിക്കാൻ വന്നവനോ അങ്ങനെ അവരെ ആരും നമ്മൾ പിതാവ് എന്ന് വിളിക്കില്ല. നമ്മൾ ഗുരുവും പിതാവും രണ്ടും ഒരുപോലെ ബഹുമാനിക്കപ്പെടേണ്ട ആൾ തന്നെ. നമ്മൾ ഗുരുവിനെ ഒരിക്കലും കുറച്ച് കാണുന്നില്ല. നമ്മളെ വേദം പഠിപ്പിക്കാൻ വന്ന ആളിനെ നമ്മൾ ഗുരുവായിട്ട് ബഹുമാനിക്കണം. ആ ഭാരതീയ സംസ്കാരം അനുസരിച്ച് ഗുരു എന്ന് പറയുന്നത് മാതാ പിതാ ഗുരു ദൈവം. പിതാവും മാതാവും കഴിഞ്ഞ അടുത്ത സ്ഥാനത്ത് വരുന്ന ആളാണ് ഗുരു എന്ന് പറയും. ഈ ഗുരുവിനെ ബഹുമാനിക്കരുതെന്നോ ഗുരുവിനെ തള്ളി പറയണമെന്നോ ഒരു മലങ്കര നസ്രാണിയും അല്ലെങ്കിൽ മലങ്കര സഭക്കാരും ചിന്തിക്കുമെന്ന് വിചാരിക്കുന്നില്ല. പക്ഷെ പിതാവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഗുരുവിന്റെ സ്ഥാനം. അപ്പോൾ നമ്മളുടെ പിതാവ് എന്ന് പറയുന്നത് മാർത്തോമാ ശ്ലീഹായാണ്. നമ്മളെ വിശ്വാസത്തിൽ ജനിപ്പിച്ചത് മാർത്തോമാ ശ്ലീഹായാണ്. നമ്മളെ വിശ്വാസം ജനിപ്പിച്ചത് മാർത്തോമാ ശ്ലീഹ ആണ് എന്നതിന് യാതൊരു സംശയവും ഈ 1889 റോയൽ കോടതി വ്യവഹാരം നടക്കുന്ന സമയത്ത് നമ്മുടെ ഒരു പിതാക്കന്മാർക്ക് പോലും സംശയമില്ലായിരുന്നു. സംശയമുള്ളത് ഇപ്പോഴത്തെ ഷിബു പീഡികലിനാണ്. ഷിബു പീഡികൽ അതിനുശേഷം മാർഗം കൂടിയതാവാനാണ് സാധ്യത. അദ്ദേഹത്തിന്റെ കുടുംബം, അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ആ സംശയം വന്നത്. അപ്പൊ ആ ഒരു കൺക്ലൂഷൻ വന്നു. അപ്പൊ നമ്മൾ നമ്മളുടെ പാത്രികീസ് കക്ഷിക്കാരായിട്ടുള്ള ആൾക്കാർ നമ്മളോട് പറയുന്നത് നിങ്ങൾ അപ്പനെ മാറ്റി എന്ന് പറയുന്ന ഒരു ഘട്ടം ചിലപ്പോൾ നടക്കേണ്ടത്. നിങ്ങളാണ് അപ്പളെ മാറ്റിയത്. ഞങ്ങൾ നിങ്ങളോട് മറുപടിയായിട്ട് പറയാനുള്ളത് ഞങ്ങൾ അപ്പനെ മാറ്റിയിട്ടില്ല. അപ്പനെ മാറ്റിയത് നിങ്ങളാണ്. മാർത്തോമാ ശ്ലീഹായാണ് മലങ്കരയിലെ അപ്പൻ എന്ന് പറയുന്നത്. ആ മാർത്തോമാ ശ്ലീഹായെ മാത്രമേ ഞങ്ങൾ അപ്പനായിട്ട് കാണുകയുള്ളൂ. ഇവിടെ വന്ന മറ്റൊരാളെ, ഇവിടെ വേദം പഠിപ്പിക്കാൻ വന്ന ആളിനെ ഗുരുവായിട്ടാണ് ഞങ്ങൾ കാണുന്നത്, അപ്പനായിട്ടല്ല കാണുന്നത്. ഞങ്ങൾക്ക് അദ്ദേഹത്തെ അപ്പനായിട്ട് കാണാൻ സാധിക്കില്ല.
ഇനിയും ഈ അപ്പൻ ആരാ എന്നുള്ളൊരു കൺക്ലൂഷൻ വന്നു കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ഈ അപ്പന് ഇവിടെ ഒരു പിന്തുടർച്ചയുണ്ട്, മാർത്തോമാ ശ്ലീഹായ്ക്ക് ഇവിടെ ഒരു പിന്തുടർച്ചയുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യമായിട്ട് ഈ പാത്രീസ് വേഷക്കാരൻ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. അതായത് ഒരു അപ്പനുണ്ടെങ്കിൽ അപ്പന് മകനുണ്ടാവണം, അതിന്റെ മകന്റെ മക്കളുടെ മകൻ, അങ്ങനെ ഒരു പിന്തുടർച്ച വരണമല്ലോ. ആ ഒരു പിന്തുടർച്ച ഉണ്ടോ, അങ്ങനെ ഒരു പിന്തുടർച്ച ഉണ്ടായിട്ട് നമ്മുടെ പിതാക്കന്മാരാരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടോ എന്നാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഞാൻ പരിശുദ്ധ പരിമല തിരുമേനി ഈ റോയൽ കോടതി വിധി വന്ന ശേഷം നമ്മളുടെ നിരണം പള്ളിയിൽ നിന്ന് ഒരു കൽപ്പന അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൽപ്പനയുടെ ആദ്യ ഭാഗം ഞാൻ കാണിക്കാം. ഇതാണ് പരിശുദ്ധ പരിമല തിരുമേനി ഈ റോയൽ കോടതിയുടെ വിധി വന്നതിന് ശേഷം ആദ്യം എഴുതിയ ഒരു കൽപ്പനയാണ് ഇത്. ഈ കൽപ്പന സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: രക്ഷിതാവായ യേശു മശിഹായാൽ വിളിക്കപ്പെട്ടതും അപ്പോസ്തോലനായ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിക്കപ്പെട്ടതും ആ പിന്തുടർച്ചയിൽ അന്ത്യോക്യായുടെ മൊറൻമോർ ഇഗ്നാത്തിയോസ് പാത്രിക്കീസ് ബാവായാകുന്ന വേദത്തലവനാൽ ഭരിക്കപ്പെടുന്നതുമായ മലബാറിൽ, അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. അപ്പം മാർത്തോമാ ശ്ലീഹായ സ്ഥാപിക്കപ്പെട്ട സഭയാണ് മലങ്കര സഭയെന്നും ആ മാർത്തോമാ ശ്ലീഹായ്ക്ക് ഇവിടെ ഒരു അപ്പോസ്തോലിക പിന്തുടർച്ച ഉണ്ട് എന്നും പരിശുദ്ധ പരിമല തിരുമേനി അദ്ദേഹത്തിന്റെ കൽപ്പനയിൽ കൃത്യമായി ആയിരത്തി 1892 കുംഭമാസം 29 നിരണം പള്ളിയിൽ നിന്നും അയച്ച കൽപ്പനയാണ് ഇത്. ഭാവകക്ഷിക്കാർക്കാർക്കെങ്കിലും ഈ കൽപ്പനയുടെ ഒറിജിനൽ നിങ്ങൾക്ക് ഏതെങ്കിലും പള്ളിയിൽ, ഇപ്പൊ നിരണം ഭദ്രാസനമാണ് പരിശുദ്ധ പരിമല തിരുമേനി ഭരിച്ചിരുന്നത്. ദൈവകൃപ കൊണ്ട് പരിശുദ്ധ പരിമല തിരുമേനി ഭരിച്ച ഒരു പള്ളിയിൽ പോലും ഇന്ന് ഭാവകക്ഷിക്കാര് അല്ലെങ്കിൽ ഈ വിഘടത പക്ഷക്കാര് ഇല്ല എന്നുള്ളത് ആ പരിശുദ്ധ പരിമല തിരുമേനി മാർത്തോമാ ശ്ലീഹയുമായിട്ടുള്ള ഒരു ബന്ധം, ആ മാർത്തോമാ ശ്ലീഹയുമായിട്ടുള്ള ഒരു വിശ്വാസം കാത്തു സൂക്ഷിച്ചതിൽ, അതുകൊണ്ട് പരിമല തിരുമേനി അദ്ദേഹം ഇടവക ഭരണം നടത്തിയ ഒരു ഇടവക പോലും, നിരണം ഭദ്രാസനത്തെ ഒരു ഇടവക പോലും ഈ പാത്രികേസ് വിഘടന വാദത്തോടു കൂടി ചേർന്നിട്ടില്ല എന്നുള്ളത് ആ പരിശുദ്ധന്റെ ഒരു മധ്യസ്ഥതയുടെ ഒരു വലിയ കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഇനി ഞാൻ പറഞ്ഞല്ലോ 1892 കുംഭമാസം 29 നിരണത്ത് പള്ളിയിൽ നിന്ന് അയച്ച കൽപ്പനയാണിത്. ഈ കൽപ്പന മെത്രങ്കശിക്കാരും ഫേക്കായിട്ട് ഉണ്ടാക്കിയതാണ് എന്ന് നിങ്ങൾ പറയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അങ്ങനെ പറയുന്നെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ കൽപ്പന എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് അതിന്റെ ഒറിജിനൽ നിങ്ങൾ ഏതെങ്കിലും ഇറക്കാനായിട്ട് അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ പരിമലത്തിൽ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കൽപ്പന നിങ്ങൾ ഇല്ല എന്ന് പറയുന്നത് നാണക്കേടാണല്ലോ. അപ്പോൾ ഇതിന്റെ ഒറിജിനൽ നിങ്ങൾ തന്നെ തപ്പി പിടിച്ച് വായിച്ചുകൊള്ളുക. ഞാൻ പ്രസിദ്ധീകരിച്ച ഡേറ്റ് ഒന്നുകൂടെ പറയാം. 1892 കുംഭമാസം 29 നിരണത്ത് പള്ളിയിൽ നിന്നാണ് ഈ കൽപ്പന പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പ്രസിദ്ധീകരണ ആ കൽപ്പനയുടെ സ്റ്റാർട്ടിങ് മാർത്തോമാ ശ്ലീഹായ്ക്ക് പിന്തുടർച്ച, ശ്ലൈഹിക പിന്തുടർച്ചയുണ്ട് എന്ന് പരിശുദ്ധ പരിമല തിരുമേനി കൃത്യമായി വിശ്വസിച്ചിരുന്നു എന്നതിന് വളരെ കൃത്യമായ ഒരു തെളിവാണ് ഈ കൽപ്പന. അപ്പം ഇനിയും ഈ മാർത്തോമാ ശ്ലീഹായ്ക്ക് ശ്ലൈഹിക പിന്തുടർച്ച ഉണ്ട് എന്ന് പരിശുദ്ധ പരിമല തിരുമേനി അടക്കമുള്ള മലങ്കരയിലെ അന്നത്തെ മെത്രാപ്പോലിത്തന്മാരെല്ലാം വിശ്വസിച്ചിരുന്നു എന്നത് ഇപ്പം നമുക്ക് തെളിയിക്കപ്പെട്ടല്ലോ. അപ്പൊ അതിനുശേഷം വരുന്ന ഒരു ചോദ്യമാണ്, ഈ മാർത്തോമാ ശ്ലീഹ മലങ്കരയിൽ വന്നിട്ടുണ്ടെങ്കിൽ മാർത്തോമാ ശ്ലീഹ ഒരു മെത്രാപ്പോലിത്തയെ വായിച്ചിട്ടുണ്ടാവണമല്ലോ. അപ്പൊ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പിൻഗാമി വായിച്ചിട്ടുണ്ടാവണം. ആ പിൻഗാമിയുടെ ഒരു പേരാണ് ഇവർ പിന്നെ ചോദിക്കുന്നത്. നിങ്ങൾ ഈ ഞങ്ങൾക്ക് പാത്രിക്കീസിന് ഒന്നാമത്തെ പാത്രികീസ് പത്രോസ് ശ്ലീഹ, അത് അതിനടുത്ത പേര്, അങ്ങനെയുള്ള എല്ലാവരുടെയും പേരുകളുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്താണ് ഒരു പേര് പറയാൻ കഴിയാത്തത് എന്നാണ് ഇവർ നമ്മളോടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഇവർക്ക് ആ പാരമ്പര്യം ഇല്ല എന്ന്, അല്ലെങ്കിൽ 1900 ആ ഒരു ഒന്നിച്ചുന്ന സമയത്തെ പാരമ്പര്യം ഇല്ല എന്ന് ഇവർക്ക് തന്നെ വ്യക്തമാണ്. അന്നേരം ഇവർ നമ്മളോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. എന്താണ് ആദ്യത്തെ പാത്രികീസിന്റെ അല്ലെങ്കിൽ മാർത്തോമാ ശ്ലീഹ വായിച്ച ആദ്യത്തെ മെത്രാപ്പോലീത്തയുടെ പേര് ചോദിക്കുക. അത് പേര് പറയാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ അതിനർത്ഥം അങ്ങനെ ഒരാളില്ല എന്നാണ്. ഇപ്പൊ ഞാൻ വേറൊരു ഡോക്യുമെന്റ് കാണിക്കാം. ഇതില് നമ്മളെ 6-ാം മാർത്തോമായുടെ കാലത്ത് അദ്ദേഹത്തിന്റെ ചില ഇത് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു സെക്കൻഡ്, അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് നടന്നിട്ടുള്ള ചരിത്ര സംഭവങ്ങളെല്ലാം അദ്ദേഹം
കൃത്യമായിട്ട് പകർത്തി വെച്ചിട്ടുണ്ട്. അപ്പം അത് നമ്മളുടെ അക്കരെ കുര്യൻ റൈറ്റർ, അതായത് നമ്മളുടെ ഈ പാത്രികീസ് കക്ഷിയിലെ ആദ്യത്തെ കാല നേതാക്കന്മാരിൽ ഒരാളായിരുന്ന CJ കുര്യന്റെ പിതൃ സഹോദരനാണ് അക്കരെ കുര്യൻ റൈറ്റർ. അദ്ദേഹം ഈ 6-ാം മാർത്തോമായുടെ കുറിപ്പുകൾ അദ്ദേഹം ഇത് ചെയ്തിട്ട് അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പം അതിൽ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. മാർത്തോമാ ശ്ലീഹായുടെ ശേഷമുള്ള, ഇപ്പൊ ഇത് നിങ്ങൾക്ക് വായിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു, അതിൽ പറയുന്നത് പാലമറ്റത്ത് തറവാട്ടിലുള്ള ഇതിനകത്ത് പറയുന്നത് മാർത്തോമാ ശ്ലീഹായുടെ കാലം മുതലുള്ള എല്ലാ മെത്രാന്മാരുടെയും പേരുകൾ അദ്ദേഹത്തെ വായിച്ച പിൻഗാമിയുടെയും പകലോമറ്റ തറവാട്ടിലുള്ള എല്ലാ മെത്രാന്മാരുടെയും പേരുകൾ കൃത്യമായി എഴുതി മലങ്കര സഭ സൂക്ഷിച്ചിരുന്നു. ആ സൂക്ഷിച്ചിരുന്ന ആ ഒരു ഇത് അത് തന്നെ പറയുന്നത്, കടുദാസുകളും ഗ്രന്ഥാവരിയും നിർണത്ത് പള്ളിയിൽ വെച്ച് പൂട്ടിയിരുന്ന പെട്ടകം ചെതലെടുത്ത് കെടുകാര്യം വന്നു. അതായത് ആ ഒരു പെട്ടകത്തിൽ സൂക്ഷിച്ചിരുന്നു, അത് ചെതലെടുത്ത് നശിച്ചു പോയി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അത് 6-ാം മാർത്തോമയാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ അദ്ദേഹം 6-ാം മാർത്തോമയുടെ കാലത്ത് അദ്ദേഹം നേരിട്ട് പരിശോധിച്ചിരുന്ന അദ്ദേഹത്തിന് മനസ്സിലാക്കിയതാണ് അദ്ദേഹം ഇത് എഴുതിയത്. ഇപ്പൊ ഞാൻ ഇതിന് ഒരു ഉദാഹരണം പറയാം. എൻ്റെ അപ്പൻ്റെ പേര് എനിക്കറിയാം, അതുപോലെ എൻ്റെ അപ്പൻ്റെ പേര് എനിക്കറിയാം, എൻ്റെ അപ്പൻ്റെ പേരും അറിയാം. എനിക്ക് എൻ്റെ മുന്നിലോട്ടുള്ള 3 തലമുറയുടെ പേര് എനിക്കറിയാം. അതിന് മുന്നോട്ടുള്ള തലമുറയുടെ പേര് എനിക്ക് ചിലപ്പം ഓർമ്മയിൽ എന്ന് പറയാൻ ചിലപ്പോൾ കഴിയില്ല. അപ്പൊ എനിക്ക് അതിന്റെ രേഖകൾ, എൻ്റെ കുടുംബ രേഖകളൊക്കെ പരിശോധിക്കേണ്ടി വരും. അപ്പൊ അത് എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് പരിശോധിച്ചാലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു രേഖ, എൻ്റെ കുടുംബത്തിലെ എൻ്റെ അപ്പന്മാരുടെ പിന്തുടർച്ച് എഴുതി വെച്ചൊരു രേഖ എങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ടു പോവുകയോ നശിച്ചു പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മകളോട് അല്ലെങ്കിൽ എൻ്റെ മകനോട് ഞാൻ പറയുന്നു, ഞാൻ എൻ്റെ അപ്പൻ്റെ പേരും എൻ്റെ അപ്പൻ്റെ പേരും എനിക്കറിയാവുന്ന പേരുകൾ, എൻ്റെ മനസ്സിലുള്ള പേരുകൾ ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതിന് മുമ്പുള്ള പേരുകൾ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും. അവരുടെ പേരുകൾ എഴുതി സൂക്ഷിച്ചിരുന്നു, അത് നമുക്ക് എങ്ങനെ നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ നശിച്ചു പോയി, അത് ഞാൻ കണ്ടിട്ടുള്ളതാണ് ആ രേഖ. പക്ഷെ എനിക്കത് സൂക്ഷിക്കാൻ പറ്റിയില്ല, അത് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അതിനർത്ഥം ഇപ്പൊ എൻ്റെ കാലശേഷം ഞാൻ എൻ്റെ മകനെ ഇങ്ങനെ പഠിപ്പിച്ചു. അപ്പൊ എൻ്റെ മകന് ഇത് വിശ്വസിക്കുമെന്നാണ് എൻ്റെ ഒരു ബോധ്യം. ഞാൻ അവൻ്റെ അപ്പൻ്റെ പേര് അങ്ങനെ പിന്തുടർച്ച കൃത്യമായി എഴുതി സൂക്ഷിച്ചിരുന്നു എന്ന് ഞാൻ അവനെ പഠിപ്പിച്ചതുകൊണ്ട് അവനത് വിശ്വസിക്കുമെന്നാണ് എൻ്റെ ബോധ്യം. ഇനിയിപ്പോൾ അവൻ വിശ്വസിച്ചില്ല, അങ്ങനെ ഒരു എനിക്ക് എൻ്റെ അപ്പൻ്റെ 3 തലമുറ മാത്രമേ പേരുകൾ അറിയത്തുള്ളൂ, അതിന് മുമ്പോട്ടുള്ള തലമുറയുടെ പേരുകൾ അറിയില്ല, അതുകൊണ്ട് ഞാനത് വിശ്വസിക്കുന്നില്ല. എൻ്റെ അപ്പുറത്തെ ഔസേപ്പിയേട്ടൻ്റെ കുടുംബത്തിലെ 10-20 തലമുറയുടെ പേരുകൾ എനിക്കറിയാം, അവർക്കറിയാം, അതുകൊണ്ട് ഞാൻ നാളെ മുതൽ ഔസേപ്പിയേട്ടനെ അപ്പാന്ന് വിളിച്ച അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എൻ്റെ മകൻ പോയി കഴിഞ്ഞാൽ, അങ്ങനെ പോകത്തില്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അപ്പൊ എൻ്റെ മകൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ അവൻ അവന്റെ ഒരു യഥാർത്ഥ പിതൃ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിക്കപ്പെട്ടു പോകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതായത് 6-ാം മാർത്തോമ അദ്ദേഹം എഴുതി വെച്ചു, എല്ലാം മലങ്കര മെത്രാപ്പോലീത്ത മാർത്തോമാ ശ്ലീഹ മുതൽ എല്ലാ തലമുറയിലുള്ള മെത്രാന്മാരുടെയും പേരുകൾ കൃത്യമായി മലങ്കര സഭ എഴുതി പള്ളിയിലെ ഒരു പെട്ടകത്തിൽ വെച്ച് പൂട്ടി സൂക്ഷിച്ചു വെച്ചിരുന്നു എന്ന് 6-ാം മാർത്തോമ അദ്ദേഹം സാക്ഷിമൊഴിയായി രേഖപ്പെടുത്തിയത് നമ്മുടെ മുന്നിലുള്ളപ്പോൾ അത് നമ്മൾ വിശ്വസിക്കുക എന്നതാണ് നമ്മളുടെ ഒരു ദൗത്യം എന്ന് പറയുന്നത്. നമ്മുടെ പിതാവാണ് അദ്ദേഹം, നമ്മുടെ സഭയുടെ തലവനാണ്. അദ്ദേഹം ഒരു കാര്യം നമ്മളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ യാതൊരു പ്രശ്നവുമില്ല, കാരണം നമ്മളുടെ പിതാവാണ്. അതിന് പകരം നമ്മൾ അപ്പുറത്തെ ഒരു അയൽവക്കത്തിലെ ഒരു വീട്ടുകാരൻ്റെ അവൻ്റെ അപ്പൻ്റെ പേരുകൾ ഇപ്പോഴും ലഭ്യമാണ് എന്നതുകൊണ്ട് ആ അപ്പനെ പിടിച്ച് അപ്പനാക്കാമെന്ന് പറയുന്നത് അത് വളരെ തെറ്റായിട്ടുള്ളതും അതൊരു ഒരു 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 നല്ല പ്രവണതയല്ല. നമുക്ക് നമ്മളുടെ അപ്പൻ്റെ പൈതൃകവും പിന്തുടർച്ചയുമാണുള്ളത്. അത് അവരെങ്ങനെയാണോ പഠിപ്പിച്ചത്. ഇപ്പൊ ഇത് ഞാൻ ഒരു ക്ലബ് ഹൗസിലെ ചർച്ചയിൽ പറഞ്ഞ സമയത്ത് പാത്രികീസ് കക്ഷിക്കാർ എന്നെ
വളരെയധികം കളിയാക്കി. അപ്പൊ അവര് എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാല്, ഈ ഇത് ഈ ചെതലെടുത്ത് പോയത് മെത്രാൻ കക്ഷികളിലാണ് ചെതലെടുത്ത് പോയത്. ഈ ഈ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ അക്കരെ കുര്യൻ റൈറ്റർ ഏകദേശം 1890-കളിൽ പ്രസിദ്ധീകരിച്ച ഒരു രേഖയാണ്. അന്ന് മെത്രാൻ കക്ഷിയില്ല, ഭാവകക്ഷിയില്ല. അന്ന് ആ സഭകളുടെ ഒരു ചരിത്ര രണ്ട് കക്ഷിക്കാർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു ചരിത്ര രേഖയാണിത്. അപ്പൊ ആ ചരിത്ര രേഖയിൽ ഇങ്ങനെ ഒരു സംഭവം, പിതാക്കന്മാരുടെ പേരുകൾ എഴുതിയ ഇത് ചെതലെടുത്ത് നശിച്ചു പോയി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനുള്ള ബാധ്യത മെത്രാൻ കക്ഷിക്ക് മാത്രമല്ല, അത് വിശ്വസിക്കാനുള്ള ബാധ്യത ആ സഭയിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഈ രണ്ട് സഭ നിങ്ങളത് വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ആ ഒരു പാരമ്പര്യം, അതായത് 1890-കളിലുള്ള ആ സഭയുടെ പാരമ്പര്യം അല്ല നിങ്ങളുടേത്, നിങ്ങൾ ഒരു വേറെ ഒരു വിഘടന വിഭാഗമാണ് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഈ ഇല്ല എന്നതല്ല, അവരുടെ പേരുകൾ എഴുതി സൂക്ഷിച്ചിരുന്ന രേഖകൾ നശിക്കപ്പെട്ടു എന്ന് അവർ നമ്മളെ പഠിപ്പിച്ചത് നിങ്ങളും വിശ്വസിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ അത് ഞങ്ങളോട് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതിനർത്ഥം ഈ 6 മാർത്തോമായുടെ പാരമ്പര്യവും അക്കരെ കുര്യൻ റൈറ്ററുടെ പാരമ്പര്യവും അതൊന്നും നിങ്ങൾക്കില്ല എന്നാണ് അതിലൂടെ നിങ്ങൾ തെളിയിക്കുന്നത്. അത് വ്യക്തമാണ്, ആ ഒരു പോയിന്റ് വ്യക്തമാണ്. കാരണം ഇപ്പൊ ഒരു കോമൺ ലീനേജ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അതിനുശേഷം വന്നതായ വിഘടിച്ചു പോയതായ എല്ലാ വിഭാഗക്കാർക്കും കൂടെ ഉള്ള പിതാക്കന്മാരാണ്, കോമൺ ആയിട്ടുള്ള പിതാക്കന്മാരാണെന്ന് പലപ്പോഴും ഈ ചർച്ച ചെയ്യുന്നവർ മറന്നു പോകുന്നുള്ളതാണ് വിഷയം, അല്ലെ? അതെ. അല്ല, അന്നത്തെ ഇവര് നമ്മളോട് ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ രണ്ടാമത്തെ മാർത്തോമാ ശ്ലീഹ വാഴിച്ച അടുത്ത മെത്രാന്റെ പേര് പറയും എന്നാലേ ഞങ്ങൾ വിശ്വസിക്കുമെന്ന്. അപ്പൊ ഇത് നമ്മൾക്ക് വ്യക്തമായ കൃത്യമായ നമ്മുടെ പിതാക്കന്മാർ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. എല്ലാ പിതാക്കന്മാരുടെയും പേരുകൾ എഴുതി സൂക്ഷിച്ചിരുന്നു, കൃത്യമായി വ്യക്തമായി സൂക്ഷിച്ചിരുന്നു. പക്ഷെ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അപ്പൊ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നതുകൊണ്ട് പിതാക്കന്മാരുടെ പേരുകൾ മാത്രമേ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളൂ, പിതാക്കന്മാർ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അപ്പൊ പിതാക്കന്മാരുടെ പേരുകൾ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പിതാവില്ല എന്ന് നിങ്ങൾ ഞങ്ങളെ ആക്ഷേപിക്കുകയാണെങ്കിൽ അപ്പോൾ അതിനർത്ഥം നിങ്ങൾക്ക് ആ ഒരു പാരമ്പര്യം, ആ ഒരു പിന്തുടർച്ച, അതായത് 1800 നിങ്ങൾക്ക് ആ പാരമ്പര്യം ഇല്ല, അത് പാരമ്പര്യം അവകാശപ്പെടാനുള്ള ഏക അവകാശി മെത്രാൻ കക്ഷികൾ മാത്രമാണ് എന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. വിഷയം ഏറെക്കുറെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാമെന്നല്ലോ, അല്ലേ? അപ്പൊ മാർത്തോമാ ശ്ലീഹായുടെ നമ്മൾ ആ ഒരു വിഷയത്തിലൊരു അതിന്റെ നമ്മൾ ചർച്ച ചെയ്ത വിഷയം ഞാൻ പറഞ്ഞ് ഒന്നുകൂടെ 1-2 പോയിന്റുകൾ പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അത് ഒന്ന്, മലങ്കരയിൽ വന്നു എന്നത് ഒരു അഭ്യൂഹം മാത്രമല്ല, അത് പിതാക്കന്മാർ യാതൊരു സംശയത്തിനും അടിസ്ഥാനമില്ലാതെ പിതാക്കന്മാർ അത് ഏതെങ്കിലും ഒരു വിഭാഗം മാത്രമല്ല, എല്ലാ നടക്കുന്ന സമയത്താണെങ്കിലും എല്ലാ വിഭാഗം ഉണ്ടോ ഇല്ലയോ എന്ന ഒരു ചോദ്യം വരുമ്പോൾ മാർത്തോമാ ശ്ലീഹയ്ക്ക് ഇവിടെ പിന്തുടർച്ചയുണ്ട് എന്നും മാർത്തോമാ ശ്ലീഹയാണ് മലങ്കര സഭയെ വിശ്വാസത്തിൽ ജനിപ്പിച്ച, മലങ്കര സംസ്കാരങ്ങളെ വിശ്വാസത്തിൽ ജനിപ്പിച്ച ആളാണ് നമ്മളെ പിതാവ് എന്നതും, ആ അന്ത്യോക്യ പാത്രികീസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പുറത്തുനിന്ന് വന്ന ഏതെങ്കിലും നമ്മളെ ശരിയായ വിശ്വാസം പഠിപ്പിച്ചിട്ടുണ്ടാവും. അവര് പഠിപ്പിച്ചവർ ഒരിക്കലും പിതാവില്ല, പഠിപ്പിച്ചവർ നമ്മളുടെ ഗുരുവാണ്. ഗുരു എന്ന സ്ഥാനം തീർച്ചയായും ഗുരു എന്ന പിതാവിനും ഉള്ളതുപോലെ അതേ ബഹുമാനം ഗുരു എന്ന് പറയുന്ന സ്ഥാനത്തിരിക്കുന്ന ആളിനും ഉണ്ട്. എന്നാൽ ഗുരു വേണോ പറഞ്ഞാൽ നമുക്ക് വേദത്തലവൻ എന്ന് വേണേ വിശേഷിപ്പിക്കാം. അതെ, വേദത്തലവൻ എന്ന അതേ പേര് തന്നെയാണ് നമ്മളുടെ പരിമൽ തിരുമേനി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വേദം പഠിപ്പിച്ച ആള് ഗുരുവാണ്, പക്ഷെ ജനിപ്പിച്ച ആളാണ് പിതാവ്. അപ്പൊ ആ ഒരു സംശയം നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. പിതാവ് ആരാണെന്നും ഗുരു ആരാണെന്നും തിരിച്ചറിയാനുള്ള ബോധം നിങ്ങൾക്കുണ്ടാവണം. അതാണ് മലങ്കര സഭാ തർക്കത്തിൽ അടിസ്ഥാനമായി ഒരു വ്യക്തിക്ക്, ഒരു മലങ്കര സഭയുടെ സ്വത്വത്തിലും മലങ്കര സഭയുടെ പാരമ്പര്യത്തിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാവേണ്ട അടിസ്ഥാന ബോധ്യമാണെന്ന് പറയുന്നത് ഗുരു ആരാണെന്നും പിതാവ് ആരാണെന്നും തിരിച്ചറിയാനുള്ള സാമാന്യ ബോധം ഉണ്ടായിരിക്കും. അതുണ്ടായി കഴിഞ്ഞാൽ നമ്മളുടെ സഭാ തർക്കം എന്ന് പറയുന്നത് ഒരു 90% പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു. പിന്നെ ഇവിടെ ഒരു പിന്തുടർച്ചയുണ്ട് എന്നും നമ്മുടെ സഭയുടെ പിതാക്കന്മാർ സംശയലേശമെന്നെ വിശ്വസിച്ചിരുന്നു. യാതൊരു സംശയത്തിന് ഇടവില്ലാതെ പിതാക്കന്മാർ വിശ്വസിച്ചിരുന്നു. മാർത്തോമാ ശ്ലീഹ വന്നു, സഭ സ്ഥാപിച്ചു. മാർത്തോമാ ശ്ലീഹയ്ക്ക് ഇവിടെ പിന്തുടർച്ചയുണ്ട്.
മാർത്തോമാശ്ലീഹായുടെ പിൻഗാമികളുടെ പേരുകൾ ഇവിടെ സൂക്ഷിച്ചിരുന്നു. ഇത് മൂന്നും നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ രണ്ടു കൂട്ടരുടെയും പിതാക്കന്മാർ ഒരു 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 സംശയത്തിനും ഇടയില്ലാതെ വിശ്വസിച്ച കാര്യമാണ്. അപ്പൊ അത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ വേറെ ഡയറക്ഷനിൽ ഇതിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. നിങ്ങൾക്ക് തന്നെ ആ ഒരു ബോധ്യം ഉണ്ടാവും. ഇതാണ് നമ്മുടെ ആദ്യത്തെ ടോപ്പിക്കിന്റെ മാർത്തോമാശ്ലീഹായുടെ ഭാരത സന്ദർശനം സംബന്ധിച്ച കൺക്ലൂഡ് ചെയ്യാനാണെങ്കിൽ നവീകരണ സഭയുമായുള്ള തർക്കത്തിന്റെ സമയത്ത് നവീകരണ വിഭാഗക്കാരും അതിനോട് എതിർത്തു നിന്നതായ മലങ്കര സഭയുടെ വിഭാഗക്കാരും രണ്ടു കൂട്ടരും മാർത്തോമാശ്ലീഹ ഭാരതത്തിൽ വന്ന് സഭ സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കുന്നു. പരിമൾ തിരുമേനിയുടെ റൈറ്റിംഗ്സിനകത്തു നിന്ന് ഇവിടെ മാർത്തോമാശ്ലീഹയാണ് സഭ സ്ഥാപിച്ചത് എന്നും ആ പിന്തുടർച്ചയാണ് ഈ സഭയ്ക്ക് ഉള്ളത് എന്നും വ്യക്തമാണ്. ആറാം മാർത്തോമായുടെ കാലത്തുണ്ടായിരുന്ന റൈറ്റിംഗ്സിനകത്ത് നിന്ന് നമുക്ക് ആ ലീനേജ് നമുക്ക് നഷ്ടപ്പെട്ടു പോയതിന്റെ ഒരു കാരണവും വ്യക്തമാകുന്നുണ്ട്. അപ്പം ഈ 3 കാരണങ്ങളാണ് ഈ ഫസ്റ്റ് പോയിന്റ്. അല്ല, ആറാം മാർത്തോമ ഇത് നേരിട്ട് കണ്ടിട്ട് ഈ പേരുകൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട വ്യക്തിയാണ് ആറാം മാർത്തോമ. അദ്ദേഹമാണ് പറയുന്നത്. അദ്ദേഹം ഒരു ലൈവ് വിവരണം, ഒരു സാക്ഷിയ മൊഴി പോലെ നമുക്ക് നമ്മളുടെ മക്കൾക്ക്, അതായത് പിന്തുടരുന്ന തലമുറയ്ക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. ഈ പേരുകൾ ഉണ്ടായിരുന്നു, ഈ പേരുകൾ ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട. പേരുകളുണ്ട്, പേരുകൾ ഉണ്ടായിരുന്ന സൂക്ഷിച്ചിരുന്ന പേടകം നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് നിങ്ങളുടെ പൈതൃകവും നിങ്ങളുടെ പിന്തുടർച്ചയും എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് നിങ്ങളുടെ പിതാക്കന്മാരുടെ പേരുകൾ എഴുതി വെച്ച ഒരു പേടകം മാത്രമാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. അതാണ് അതിന്റെ ഒരു കൺക്ലൂഷൻ. ആദ്യത്തെ പോയിന്റ് സെഷൻ നമുക്ക് ക്ലിയർ ആണെന്ന് കരുതുന്നു. അടുത്ത ടോപ്പിക്കിലേക്ക് പോയാലോ? അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇവിടെ മാർത്തോമാശ്ലീഹായുടെ ഒരു ആഗമനത്തെ സംബന്ധിച്ചുള്ളൊരു തർക്കങ്ങളെല്ലാം അല്ലെങ്കിൽ ഒരു സംശയങ്ങൾക്കെല്ലാം മറുപടി ആയി എന്ന് വിചാരിച്ചു. ഇപ്പൊ 1912 കാതോലിക്കേറ്റ് സ്ഥാപനമാണ് അടുത്ത ഒരു തർക്ക വിഷയമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ ഈ 1912 ഇവിടെ മലങ്കരയിൽ ഒരു കാതോലിക്കേറ്റ് സ്ഥാപിക്കണം എന്നത് ഈ മെത്രാൻ കക്ഷികൾ അല്ലെങ്കിൽ കാതോലിക്ക കക്ഷിക്കാരുടെ മാത്രം ഒരു ആശയമാണോ എന്നതാണ് ഒരു ടോപ്പിക്കായിട്ട് നമ്മൾ മുന്നിൽ. ഞാൻ വേറൊരു ആ ചോദ്യം ഒന്നോടൊന്ന് വിശദമാക്കുകയാണെങ്കിൽ മലങ്കര സഭയെ വീഡിയോ കൊടുത്തിട്ടുണ്ട്. ആ രണ്ടാമത്തെ വീഡിയോ ആദ്യത്തെ 1 മിനിറ്റ് മാത്രം പിള്ളേക്ക് പറഞ്ഞു. നമ്മൾ ആ ഒരു നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക്കിനെ പറ്റി പറയുമ്പോൾ മലങ്കര സഭയിലെ കാതോലിക്കേറ്റ് സ്ഥാപനം ഒന്നായിരുന്ന മലങ്കര സഭയിലെ ഒരു വിഭാഗത്തിന്റെ മാത്രം ഒരു വിഭാവനമായിരുന്നോ അതോ ഏകമായിരുന്ന സഭയുടെ ഒരു തീരുമാനമായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു അതോ ഒരു വിമത പ്രവർത്തനമായിട്ടൊക്കെ ഇന്ന് ചിത്രീകരിക്കപ്പെടുന്നുണ്ട് കാതോലിക്കേറ്റ് സ്ഥാപനം. അപ്പൊ അങ്ങനെ ഒരു പ്രവൃത്തിയായിരുന്നു അതോ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള സഭയുടെ ഏകഗാത്രമായിരുന്ന സഭയുടെ ഒരു തീരുമാനമായിരുന്നു കാതോലിക്കേറ്റ് സ്ഥാപനം എന്നുള്ളതിനെ പറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതെ, ഇപ്പൊ 1889 റോയൽ കോടതി വിധി വന്ന ശേഷം അതിനുശേഷം സഭയിൽ ഐക്യകണ്ഠമായി ഉരുത്തിരിഞ്ഞ ഒരാശയമാണ് മലങ്കരയിലെ കാതോലിക്കേറ്റ് സ്ഥാപിക്കണം. ഞാനൊരിടത്ത് വായിച്ചിട്ടുള്ളത് നമ്മുടെ ആലുവയിലെ നമ്മളുടെ തിരുമേനി, ആലുവയിലെ നമ്മുടെ ആലുവയിലെ വലിയ തിരുമേനി, അതായത് നമ്മുടെ തൃക്കുന്നൂർ സെമിനാരി സ്ഥാപിച്ച തിരുമേനി, അദ്ദേഹം കൂർലോസ് തിരുമേനി, നമുക്ക് കരോട്ട് വീട്ടിൽ കൂർലോസ് തിരുമേനി, അദ്ദേഹമാണ് ഈ ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. അതിനെ നമ്മളുടെ കോനാട്ട് മൽപ്പാൻ പിന്താങ്ങുകയും അത് സഭ ഏകകണ്ഠമായി ആ ആശയത്തെ അനുകൂലിക്കുകയും മലങ്കരയിലെ കാതോലിക്കേറ്റ് സ്ഥാപിക്കാനുള്ള ആവശ്യമായി അന്നത്തെ പത്രോസ് തൃതീയൻ പാത്രികീസിനെ സമീപിക്കുകയും ചെയ്തു. അപ്പോൾ പത്രോസ് തൃതീയൻ പാത്രികീസ് ഈ നമ്മളുടെ ആവശ്യത്തോട് അദ്ദേഹം പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ആദ്യം പ്രതികരിച്ചില്ല. കാരണം അത് പരിഗണിക്കാം എന്നുള്ളൊരു ഒരു ഉറപ്പ് തന്ന് അത് മാറ്റിവെക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ഈ പത്രോസ് തൃതീയൻ പാത്രികീസിനെ ഇത് അനുവദിച്ചു കൊടുക്കണം അല്ലെങ്കിൽ മലങ്കരയിൽ കാതോലിക്കേറ്റ് സ്ഥാപിച്ചു കൊടുക്കണമെന്ന് യാതൊരു താല്പര്യവുമില്ലായിരുന്നു. പക്ഷെ ഇത് താല്പര്യമില്ല, നിങ്ങൾക്ക് കാതോലിക്കേറ്റ് തരില്ല എന്ന് ഈ മലങ്കര നസ്രാളികൾ എന്ന് പറയുന്നത് വളരെ ഒരു അഗ്രസീവായിട്ട് പെരുമാറുന്ന അവരുടെ ചരിത്രത്തിൽ ഉടനീളം അവർ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ വളരെ അഗ്രസീവായിട്ട് ഏതെങ്കിലും ഒരു ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ ഏതറ്റം വരെയും പോകുന്ന ഒരു പ്രവണതയുള്ളവരാണ്. അപ്പം
അവരോട് ഈ നിങ്ങൾക്ക് ഈ കാതോലിക്കറ്റ് അനുവദിച്ച് തരാൻ പറ്റില്ല എന്ന് ചോദിക്കുന്ന ഉടൻ തന്നെ അങ്ങനെ ഒരു മറുപടി വന്നു കഴിഞ്ഞാൽ അതിനൊരു വിപരീത ഫലം ഉണ്ടാക്കുമെന്ന് പാത്രികീസ് ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടാവാം ഇത് പരിഗണിക്കാൻ നടപ്പാക്കി കൊടുക്കാൻ താല്പര്യമില്ല എങ്കിൽ പോലും പരിഗണിക്കാം എന്ന് പറഞ്ഞ് ഇത് മാറ്റിവെച്ചത്. അപ്പം ഇപ്പൊ നമുക്ക് രണ്ടാമത്തെ വീഡിയോ അതിന്റെ ആദ്യത്തെ 1 മിനിറ്റ് ഒന്ന് പ്ലേ ചെയ്താൽ മതി. ഒന്ന് പ്ലേ ചെയ്യാം. ആദ്യത്തെ അദ്ദേഹം മെത്രാൻ സ്ഥാനം മേടിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. ഔഗേൻ ബാവ മെത്രാനാകുന്നത് 1927 1920, അതായത് 1912 നടത്തിയ കാതോലിക്കേറ്റ് വാഴ്ച. ആ വാഴ്ചയുടെ ചരിത്രം നിങ്ങൾ ഒന്നുകൂടെ മനസ്സിൽ വെക്കുക. അതായത് ആദ്യം കാതോലിക്കേറ്റ് വേണം എന്ന് 1902 ആവശ്യപ്പെടുമ്പോൾ അന്നത്തെ പാത്രികീസ് ആയിരുന്ന അബ്ദുൽ മശിഹ അതിനെ ശപിച്ചു. ഇങ്ങനെ പറ്റില്ല, ഇത് ആവശ്യപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് ഒരു കത്തയച്ചു. 1912 ആയപ്പോൾ അദ്ദേഹം സ്ഥാനഭ്രഷ്ടനായിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് ഈ നാടകം ഇവിടെ നടത്തി. 7 മാസം മാത്രമേ ഈ മുറിമറ്റത്തിൽ പൗലൂസ് കാതോലിക്ക ബാവയായിട്ട് ഇരുന്നുള്ളൂ. ആ സിംഹാസനത്തിൽ ഇരുന്നു. 7 മാസമാണ് ഇരുന്നത്. ഒന്നും ചെയ്തായിട്ട് ഒരു രേഖയുമില്ല. 7 മാസം അദ്ദേഹം ഒരു ഈ വീഡിയോ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേട്ടു എന്ന് വിചാരിക്കുന്നു. 1902 തന്നെ മലങ്കരയിൽ കാതോലിക്കറ്റ് സ്ഥാപിക്കണമെന്ന ആശയം ഉണ്ടായിരുന്നു എന്ന് നമ്മളുടെ പാത്രികീസ് വിഭാഗത്തിന്റെ ഇപ്പോഴത്തെ വലിയ തലതൊട്ടപ്പനായ മനുഷ്യൻ തന്നെ സമ്മതിച്ച്, ചില സമയത്ത് ഈ കുപ്പയത്തുട്ടിയിൽ നിന്ന് നമുക്ക് മാണിക്യം കിട്ടുമെന്ന് പറയുന്ന പോലെ ഇത് ഇവരെ തന്നെ പഠിപ്പിക്കാൻ വേണ്ടി ഇദ്ദേഹം നമ്മൾ എന്താ പറയുന്നത്, ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് തന്നെ ഇത് വന്ന സ്ഥിതിക്ക് ഇവർക്ക് വിശ്വാസയോഗ്യമാണല്ലോ. നമ്മളൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ ഇവർ വിശ്വസിക്കത്തില്ല. അപ്പൊ 1902, അതായത് പരമല തിരുമേനി ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ മലങ്കരയിൽ കാതോലിക്കറ്റ് സ്ഥാപിക്കണം എന്ന ആശയം ഉണ്ടായിരുന്നുവെന്ന് ഇദ്ദേഹം പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അതിനെ അന്നത്തെ അപ്ഡേറ്റ് മഷിയ പാത്രികീസ് ബാവ അതിനെ ആ ആശയം അത് സ്ഥാപിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞത് നിരാകരിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അങ്ങനെ ഞാൻ എവിടെയും വായിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരു ആശയം അവിടെ ഉണ്ടായിരുന്നു എന്ന് ഇപ്പൊ എല്ലാവർക്കും വ്യക്തമായി എന്ന് തോന്നുന്നു. അപ്പൊ ഈ മലങ്കര സഭയുടെ ഒരു പെട്ടെന്ന് 1912 ഉണ്ടായ ഒരു തീരുമാനമല്ല, ഒരിക്കലും അല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ മലങ്കര നസ്രാണികളുടെ ഉള്ളിലുള്ളതായ ഒരു ആശയമായിരുന്നു കാതോലിക്കറ്റ് സ്ഥാപനം. 1889 പാത്രികീസിന്റെ ഒരു ഇടപെടൽ, അതായത് പാലക്കുന്നത്ത് മാത്യൂസ് മാർ അത്താനാസ് തിരുമേനിയെ മലങ്കര സഭയുടെ തെരഞ്ഞെടുപ്പില്ലാതെ മെത്രാനായി വാഴിച്ച് അങ്ങനെ ഉണ്ടായ ഒരു തർക്കമാണ് മലങ്കരയിലെ വളരെ എക്കാലത്തെയും വലിയൊരു പ്രതിസന്ധിയിലേക്ക് നയിച്ച ഒരു തീരുമാനം. അത്തരം ഒരു കാര്യങ്ങൾ ഇനി ആവർത്തിക്കരുത്. അതായത് അന്നത്തെ പിതാക്കന്മാർക്ക് പാത്രികീസിനെക്കാട്ടി മുഖ്യം നമ്മളുടെ സഭയുടെ അച്ചടക്കവും നമ്മളുടെ സഭയുടെ മലങ്കര സഭ എന്ന മാർത്തോമാ ശ്ലീഹയുടെ മലങ്കര സഭ എന്ന അതായിരുന്നു ഒന്നാമത് നിന്നിരുന്നത്. അതിനുശേഷമായിരുന്നു പാത്രികീസും മാർപ്പാപ്പയും എല്ലാം അതിനുശേഷം വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അവരുടെ ഒരു തീരുമാനമാണ് മലങ്കരയിൽ കാതോലിക്കറ്റ് വേണം, ഇതുപോലെയുള്ള വിഘടന പ്രവർത്തനങ്ങൾ ഇനി അനുവദിച്ചു കൂടാൻ പാടില്ല. അപ്പം ഒരു പാത്രികീസിന് തുല്യനായ ഒരു അധികാര സ്ഥാനി മലങ്കരയ്ക്കും അല്ലെങ്കിൽ മാർത്തോമാ ശ്ലീഹയുടെ പിൻഗാമിയായ ആ ഒരു പൈതൃകത്തിലുള്ള മലങ്കര സഭയ്ക്കും വേണമെന്ന ആശയം 1889 റോയൽ കോടതി വിധി വന്ന ശേഷം ഉടൻ തന്നെ ഈ ഒരു ആശയം മലങ്കര സഭയിൽ ഉടലെടുക്കുകയും ആ ഒരു ആശയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും നടപടികളും ആരംഭിക്കുകയും ചെയ്തു. ഇത് 1912 അബ്ദുള്ള പാത്രികീസ് മലങ്കര സഭയിൽ മലങ്കര മെത്രാനെ മുടക്കിയ ശേഷം ഉടലെടുത്ത ഒരു പെട്ടെന്നുണ്ടായ ഒരു ആശയമല്ല ഇത്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക, ഇത് പണ്ട് മുതലുള്ള ഒരു ആലോചനയാണ്. അത് 1912 വീണ്ടും ആ ഒരു പാത്രികീസിന്റെ ഇടപെടൽ കൊണ്ട് മലങ്കരയിൽ ഒരു വിഭജനം ഉണ്ടാകും എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ അത് ഇത് പെട്ടെന്ന് നടപ്പാക്കേണ്ട ഒരു സാഹചര്യം വന്നു. അത് നടപ്പാക്കി എന്ന് മാത്രമാണ്. അതായത് ഈ കാതോലിക്ക സ്ഥാപനം എന്നത് പറയുന്നത് ഒരു പിതാക്കന്മാരുടെ ഒരു ആഗ്രഹം, അതിന്റെ ഒരു പൂർത്തീകരണം മാത്രമാണ്. അതൊരു വിഭജനമോ അതൊരു ഡൈവേർഷനോ ഒന്നുമല്ല. അത് പിതാക്കന്മാരുടെ ആഗ്രഹം, അത് പൂർത്തിയായി. ഈ എല്ലാ വിഭാഗക്കാരും മലങ്കര സഭയെയും മാർത്തോമാ ശ്ലീഹയെയും സ്നേഹിക്കുന്ന എല്ലാ വിഭാഗക്കാരും ആ കാതോലിക്കറ്റിന് വേണ്ടി യാതൊരു വിദ്വേഷവും ഇല്ലാതെ ഒന്നിച്ച് അണിനിരക്കേണ്ടതിന് പകരം കുറച്ചു പേര്
അതിൽ നിന്ന് മാറി നിന്നു എന്നുള്ളത് നമ്മളെ അത് അവരെ ഒന്നിച്ച് കൊണ്ടുപോകാൻ സഭയ്ക്കും സാധിച്ചില്ല. കുറച്ചു പേര് അങ്ങനെ വിഘടിച്ച് മാറി നിന്നു എന്നുള്ളത് ഒരു പക്ഷെ ആ ദൗർഭാഗ്യകരമായിട്ടൊരു ഒരു കാര്യം. മറുതലിപ്പ് ഉണ്ടായ സമയത്ത് അങ്ങനെ ഒരു ഇവിടെ ഒരു ഭിന്നിച്ചു നിൽക്കുന്ന ഒരു വിഭാഗത്തെ കൂടെ ചേർത്ത് നിർത്തുക എന്ന ഉദ്ദേശത്തിലായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം വിഷയ പാത്രികീസിനെ ഇവിടെ കൊണ്ടുവരുന്നത് എന്ന് അതെ പ്രസക്തമല്ലേ? അല്ലെങ്കിൽ ഇവിടെ മലങ്കര സഭയുടെ സുന്നഹദോസ് പണ്ടേ തീരുമാനിച്ചതായ ഒരു വാഴിക്കൽ നടത്തുവാൻ വേണ്ടി അതൊരു സ്ഥാനം, കാതോലിക്ക എന്ന് പറയുന്ന ഒരു പട്ടം കൊടുക്കുന്ന ഒരു ശുശ്രൂഷയല്ലോ, ഒരു സ്ഥാനമാണല്ലോ. ആ ഒരു അതെ സ്ഥാനം നൽകാൻ വേണ്ടതായ മലങ്കര സഭയുടെ സുന്നഹദോസ് കൂടെ സജ്ജമായിരിക്കും തന്നെ ആ ഒരു വിഘടിച്ചു നിന്നൊരു വിഭാഗത്തെ കൂടെ ചേർത്ത് നിർത്തുക എന്നൊരു ഉദ്ദേശത്തിലാണ് അന്ത്യോക്യൻ സഭയിൽ സുറിയാനി സഭയിൽ നിന്നൊരു പിതാവിനെ ഇവിടെ കൊണ്ടുവന്ന് ആ ഒരു കർമ്മം നടത്താൻ വേണ്ടി നമ്മുടെ സഭാപിതാക്കന്മാർ തീരുമാനിക്കുന്ന വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അതെ, അതൊരു ഒരു ഒരു വിഭജനത്തിനുള്ള ഒരു 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 ഇതായിട്ട് കണ്ടത്, ചില കൂട്ടരെങ്കിലും കണ്ടത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അത് സഭയെ ഒന്നിച്ചു നിർത്താനും സഭയുടെ പിതാക്കന്മാരുടെ ആഗ്രഹത്തിന്റെ ഒരു പൂർത്തീകരണവുമായിരുന്നു 1912 കാതോലിക്ക സ്ഥാപനം. അത് കുറച്ചു പേര് അതിനോട് ഒരു സഹവർത്തിത്വം കാണിക്കാതെ, അതിനോട് ഒരു രമ്യപ്പെടാതെ അവര് കുറച്ച് അതിന് മറ്റു കാരണങ്ങളും ഉണ്ട്. ഈ ഇവിടെ ആ കൂട്ടു ട്രസ്റ്റിമാര് മലങ്കര മെത്രാപ്പോലിത്തൻ ട്രസ്റ്റിയും തമ്മിലുള്ള ഒരു ചെറിയ സൗന്ദര്യ പിണക്കങ്ങളും അതിന് അനുബന്ധിച്ചുണ്ടായ ചെറിയ ഒരു ഭിന്നതയും ഒക്കെ അതിനൊരു കാരണമായി മാറിയിട്ടുണ്ട്. അല്ലാതെ പാത്രികീസിനോടുള്ള സ്നേഹം ഒത്തിരി ചർച്ച നീണ്ടുപോകും, അതുകൊണ്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് തൽക്കാലം പോകേണ്ടതില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് അർക്കദിയാക്കോന്മാരും മൂപ്പന്മാരും വളർത്തിയ സഭയിൽ എങ്ങനെ മർത്തോമാമാരുണ്ടായോ, ആ സ്ഥാനം എങ്ങനെ ദിവന്യാസ്യോസുമാരിലേക്ക് എത്തിയോ, അതുപോലെ ഒരു മലങ്കര സഭയുടെ തലവന്റെ ഒരു പൗരാണികമായ സ്ഥാനത്തിന്റെ ഒരു വളർച്ചയും അതിന്റെ ഒരു അടുത്തൊരു ഘട്ടമായിരുന്നു കാതോലിക്ക സ്ഥാപനം. മർത്തോമാമാര് എങ്ങനെ, അർക്കദിയാക്കന്മാർ എങ്ങനെ മർത്തോമാമാര് ആയി ഇവിടെ സഭാതലവന്മാരായും അവരെങ്ങനെ ദിവന്യാസ്യോസുമാരായും, അതുപോലെ തന്നെ ഈ സഭാതലവന്റെ ഒരു ലീനേജിന്റെ ഒരു അടുത്ത സ്റ്റേജ് ആയിരുന്നു കാതോലിക്ക സ്ഥാപനം. അതൊരു ഒരു വിഭാഗം മാത്രം വന്ന ഒരു തീരുമാനമല്ല, മറിച്ച് ഏകമായിരുന്ന മലങ്കര സഭ ഒരുമിച്ചെടുത്ത തീരുമാനമായിരുന്നു ഇവിടുത്തെ കാതോലിക്കേറ്റ് എന്നതാണ് നമ്മളുടെ കൺക്ലൂഷൻ. അതെ, അത് അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരിക്കലും ഇതൊരു വിഭജനത്തിന് കാരണമായി തീരും എന്നുള്ള അത് വിഭജനം ഉണ്ടായ ദൗർഭാഗ്യകരമാണ്. പക്ഷെ സഭയുടെ പിതാക്കന്മാരുടെ ഒരു ആഗ്രഹത്തിന്റെയും സഭയുടെ ഒരു ആവശ്യത്തിന്റെയും ഒരു പൂർത്തീകരണമായിരുന്നു ഈ 1912 കാതോലിക്കിന്റെ സ്ഥാപനം. അതിനെ തുടർന്ന് ഒരു വിഭജനം ഉണ്ടായി എന്നുള്ളത്, അതിലൊരു വിഘടനവാദം സഭയിൽ ഉടലെടുത്തു എന്നുള്ളത് ഒരു വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്ത ഒരു ബോധ്യം മറ്റേ മറുവിഭാഗത്തില് പിതാക്കന്മാർക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആയിരിക്കും 58 ഈ ഒരു കാതോലിക്കേറ്റിന് ചേർന്ന് നിൽക്കുന്ന അവര് തയ്യാറായെന്ന് നമുക്ക് വിശ്വസിക്കാം, അല്ലെ? അതെ, അല്ല അതിനുശേഷം തന്നെ നമ്മൾ അന്നേരം തന്നെ പിതാക്കന്മാർക്കും രണ്ടു ഭാഷത്തെയും പിതാക്കന്മാർക്കും നേതാക്കന്മാർക്കും വിശ്വാസികൾക്കും എല്ലാം ഇത് എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യണം എന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നു. കാരണം ഇത് ഒരു വിഭജനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളത് പ്രധാനമായിട്ടും ഈ അക്കരെ CJ കുര്യന്റെ ഒരു കടുംപിടുത്തം. അദ്ദേഹം വളരെ ഒരു എന്താണ്, ഒരു അയവില്ലാത്തൊരു നിലപാടുമായിട്ട് മുന്നോട്ട് പോയതാണ് ഈ തർക്കം കുറച്ചു നാളുടെ ഒരു ഇതായിട്ട് മുന്നോട്ട് പോകാൻ കാരണമായത്. ഈ CJ കുര്യൻ 1923 എന്തോ മരണപ്പെട്ട ഉടൻ തന്നെ നമ്മളെ മറുഭാഗത്തെ പ്രധാനപ്പെട്ട മറ്റൊരു കൂട്ടു ട്രസ്റ്റിമാരിൽ ഒരാളായിരുന്ന കോനാട്ട് മൽപ്പാന് അദ്ദേഹം ഉടൻ തന്നെ വടശ്ശേരി തിരുമേനിയുമായിട്ടുള്ള സന്ധി സംഭാഷണങ്ങൾക്ക് ആരംഭം കുറിക്കുകയും ചെയ്തു. അപ്പം ഇതിനകത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് വന്നത് ഈ CJ കുര്യന്റെ കടുംപിടുത്തമാണ്. 1920-കളുടെ ആദ്യ ഭാഗത്ത് തന്നെ ആ ഒരു സജീവമായ ചർച്ചകൾ ഇരു വിഭാഗങ്ങളും തമ്മിലും കൊനാട്ടെ ഭാഗത്തും അതുപോലെ ഒടിച്ചിതമേയായിട്ടുണ്ടായിരുന്നു വരെ നമുക്ക് ഇപ്പോഴും അതെ, ഒരിടത്ത് ഞാൻ വായിച്ചിട്ടുണ്ട് ഈ CJ കുര്യനും വടശ്ശേരി തിരുമേനിയുമായിട്ട് വളരെ വലിയ ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ഒരു ഇത് നിലനിൽക്കുമ്പോൾ തന്നെ വടശ്ശേരി തിരുമേനി എപ്പോ വിളിച്ചാലും CJ കുര്യൻ അദ്ദേഹം ഈ വടശ്ശേരി തിരുമേനിയോടുള്ള ഒരു ബഹുമാനവും വിധേയത്വവും മൂലം എപ്പോ വിളിച്ചാലും അദ്ദേഹത്തെ കാണാൻ എത്തിയിരുന്നു എന്നത് ഞാൻ ഒരിടത്ത് വായിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അതായത് ഈ മലങ്കര മെത്രാപ്പോലീത്ത വിളിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മൾ അദ്ദേഹത്തിന്റെ ആ ഒരു വിളിയോട് പ്രതികരിക്കണം എന്നൊരു ബോധ്യം CJ കുര്യനും അത്രയും വലിയ ഫൈറ്റ് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തോട് ക്രിയാത്മകമായി ആ ഒരു മലങ്കര മെത്രാപ്പോലീത്തയുടെ ഒരു വിളിയോട് അദ്ദേഹം പ്രതികരിച്ചിട്ടുമുണ്ട്. അങ്ങനെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട്
വരുന്ന ഒരു ചോദ്യം, ഈ കാതോലിക്കയും പാത്രികീസും സമന്മാരാണോ എന്നുള്ളതാണ്. അതായത് കാതോലിക്ക പാത്രികീസിന്റെ കീഴ്സ്ഥാനിയാണോ അതോ കാതോലിക്കയും പാത്രികീസും തുല്യസ്ഥാനികളാണോ? അപ്പൊ അതിനും ഞാൻ നമ്മളുടെ ഈ റോയൽ കോടതി വിധിയില് ഒരു 5 ഡോക്യുമെന്റ് ആണ് ഈ റോയൽ കോടതി വിധിയിൽ പ്രധാനമായിട്ടും ഒരു ചരിത്ര രേഖയായിട്ട് റോയൽ കോടതി വിധിയുടെ വ്യവഹാരം നടക്കുമ്പോൾ പരിശോധിച്ചിട്ടുള്ളത്. ഒന്ന്, നമ്മളുടെ ഹൗവാർഡ് എന്ന് പറയുന്ന ഒരു ആംഗ്ലിക്കൻ ചരിത്രകാരൻ എഴുതിയ സെന്റ് തോമസ് ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു പുസ്തകം. ഇപ്പൊ രണ്ടാമത് ബുക്കാനന്റെ, ക്ലോഡിയസ് ബുക്കാനന്റെ ആണോ ഫ്രാൻസിസ് ബുക്കാനന്റെ ആണോ എന്നറിയില്ല, ബുക്കാനന്റെ ഒരു കൃതിയും. അതേപോലെ നമ്മളുടെ മലങ്കര സഭയുടെ ചരിത്രം ആദ്യമായി രചിക്കുന്നത് തദ്ദേശീയനായിട്ട് സഭാംഗമായിട്ട് ഒരാൾ ആദ്യമായിട്ട് രചിക്കുന്നത് നമ്മളുടെ ഇട്ടൂപ്പ് റൈറ്ററാണ്. അദ്ദേഹം സുറിയാനി സഭാ ചരിത്രം എന്ന് പറഞ്ഞ ഒരു ചരിത്ര ഗ്രന്ഥം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഈ ചരിത്ര ഗ്രന്ഥവും ഈ മൂന്നാമത് ഒരു ആധികാരിക ചരിത്ര ഗ്രന്ഥമായിട്ട് റോയൽ കോടതി വിധി പരിഗണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഇട്ടൂപ്പ് റൈറ്ററുടെ ഒരു സുറിയാനി സഭാ ചരിത്രത്തിൽ നിന്ന് ഒരു ഭാഗം ഈ റോയൽ കോടതി വിധിയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ അത് എന്താണെന്ന് ഞാൻ കാണിക്കാം. അത് പറയുന്നത്, എന്നാൽ അന്ത്യോക്യയ്ക്ക് കീഴിലുള്ള കിഴക്കേ സഭകളിലെ കാര്യാദികൾ നടത്തുന്നതിന് തൈഗ്രീസിലെ കാസോലിക്ക എന്നുള്ളത് ഒരു പോർച്ചുഗീസ് സുറിയാനി വാക്കാണ്. കാതോലിക്ക എന്നുള്ളതാണ് നമ്മുടെ പാശ്ചാത്യ സുറിയാനി, അന്ത്യോക്യൻ സുറിയാനി. കാസോലിക്ക എന്നുള്ള വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനർത്ഥം ആ സമയത്തും പൗരസ്ത്യ സുറിയാനിയുടെ ശക്തമായ സ്വാധീനം മലങ്കര സഭയിൽ ഉണ്ടായിരുന്നു. അപ്പൊ കാസോലിക്ക പൊതുവിലെന്നും പാത്രികീസന്മാർ ചെയ്യുന്നത് സകലവും തനിക്കും നടത്താമെന്നും പ്രമാണിക്കപ്പെട്ടു. ഇത് ഇട്ടൂപ്പ് റൈറ്ററുടെ സഭാചരിത്ര കേന്ദ്രത്തിൽ നിന്നും ഇവിടെ ഉദ്ധരിച്ചിരിക്കുകയാണ്. അതായത് പാത്രികീസന്മാർക്ക് ചെയ്യാവുന്ന സകലതും കാതോലിക്കയും ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ലിൻഡോയി ഒരു കമ്പനി ജോലി, എനിക്ക് ചെയ്യാവുന്ന എനിക്കുള്ള അധികാരങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ലിൻഡോയ്ക്കും ഉണ്ടെങ്കിൽ നമ്മൾ രണ്ടും ഒരേ ഡെസിഗ്നേഷനിലാണെന്നാണ് അതിന്റെ അർത്ഥം. ചിലപ്പോൾ ലിൻഡോ എന്നെക്കാട്ടി സീനിയർ ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ ലിൻഡോയെക്കാട്ടി സീനിയർ. ആ ഒരു സീനിയോറിറ്റിയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പം ഈ കാതോലിക്കയും പാത്രികീസും സമന്മാരാണെന്ന് ഇട്ടൂപ്പ് റൈറ്ററുടെ പുസ്തകത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് കാതോലിക്ക കക്ഷിക്കാരുണ്ടാക്കിയ ഒരു പുതിയ ഒരു വാദമല്ല. അപ്പൊ ആ ഒരു വാദം കാതോലിക്കയും പാത്രികീസും സമന്മാരാണ് എന്നത് മലങ്കര സഭാതർക്കം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ രചിക്കപ്പെട്ടിട്ടുള്ള സഭാചരിത്ര ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് റോയൽ കോടതി വിധി അത് ഉദ്ധരിച്ചിട്ടുമുണ്ട്. അപ്പം അതിനർത്ഥം പാത്രികീസിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും കാതോലിക്കയ്ക്ക് ചെയ്യാം. അപ്പോൾ പാത്രികീസിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു അധികാര ശ്രേണിയാണ് മലങ്കര സഭയിലെ പിതാക്കന്മാരെ സ്ഥാപിക്കാൻ, അതായത് 1889 റോയൽ കോടതി വിധിക്ക് ശേഷം തന്നെ ആലോചന ചെയ്തിട്ടുള്ളത്. അപ്പൊ കാതോലിക്ക ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. കാതോലിക്കയും പാത്രികീസും സമന്മാർ തന്നെയാണ്. പാത്രികീസ് സീനിയർ ആണ്. പാത്രികീസ് സമന്മാരിൽ ഒന്നാമൻ അല്ലെങ്കിൽ മുമ്പൻ എന്നുള്ള പദവിക്ക് യോഗ്യനാണ്. കാതോലിക്കയും പാത്രികീസും തുല്യനാണ് എന്നുള്ള വാദം കാതോലിക്ക കക്ഷിക്കാര് ഉണ്ടാക്കിയ ഒരു പുതിയ വാദഗതി അല്ല എന്നത് ഇവിടെ വ്യക്തമാണ്. അപ്പം അടുത്തത് മലങ്കരയിലെ അന്ത്യോക്യ പാത്രികീസിന്റെ സ്ഥാനം, അതിനെ സംബന്ധിച്ചും നമ്മളുടെ കോടതി വിധി, റോയൽ കോടതി വിധി കൃത്യമായ ഡയറക്ഷൻ തരുന്നുണ്ട് എന്താണ് മലങ്കരയിലെ അന്ത്യോക്യ പാത്രികീസിന്റെ സ്ഥാനം എന്ന് സംബന്ധിച്ച്. അപ്പൊ അതിങ്ങനെയാണ്. ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ വായിക്കാം. അപ്പം ചരിത്രം കാണിക്കുന്നിടത്തോളം ഞാൻ വായിക്കുകയാണ്. ഒരല്പം കൂടെ റൈറ്റ് സൈഡിലേക്ക് നീക്കുകയാണെങ്കിൽ നമുക്കത് ഫുൾ ക്ലിയർ ആവും. ഒരല്പം കൂടെ റൈറ്റ് സൈഡിലേക്ക്. അല്ലെങ്കിൽ ഇത് നമുക്ക് വായിക്കാൻ, ഇത് നമുക്ക് ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ്. റോയൽ കോടതി വിധി അടിച്ചു കൊടുത്താൽ മതി. അപ്പം ചരിത്രം കാണിക്കുന്നിടത്തോളം മലങ്കര സഭയുടെ മേൽ പാത്രികീസിനുള്ള മേലധികാരം ആത്മീയ വിഷയത്തിൽ മാത്രം ഉണ്ടായതായി ഞങ്ങൾക്ക് തോന്നുന്നു. അതായത് ജഡ്ജിമാര് പറയുന്നതാണ്, പാത്രികീസോ തന്റെ പ്രതിനിധികളോ ദൂരദേശത്തു നിന്ന് വന്ന് താമസിച്ചപ്പോൾ സഭയുടെ മുതൽ സംബന്ധമായ ഭരണം സ്വദേശ മെത്രാപ്പോലീത്തായെയും ട്രസ്റ്റികളെയും ഏൽപ്പിച്ച് ആത്മീയ വിഷയങ്ങളിൽ മാത്രമേ പ്രവേശിച്ചിട്ടുള്ളൂ. അതായത് പാത്രികീസുമാരുടെ പ്രതിനിധികളും സഭയുടെ മുതൽ സംബന്ധമായ കാര്യങ്ങളിൽ പ്രവേശിച്ചിട്ടില്ല. അപ്പൊ ഇതിന്
ഇതിൽ മുൻ പറഞ്ഞ ആൾ മുതൽ സംബന്ധമായ വിഷയത്തിൽ ഒരിക്കലും പ്രവേശിച്ചിട്ടില്ല. അതായത് ഒരു മെത്രാനും പ്രവേശിച്ചിട്ടില്ല മുതൽ സംബന്ധമായ വിഷയം. 2 or 3 സംഗതികളിൽ അവർ മുതൽ സംബന്ധിച്ച കാര്യങ്ങളിൽ പ്രവേശിപ്പാനോ വല്ല അധികാരം കിട്ടുവാനോ ശ്രമിച്ചപ്പോൾ മെത്രാപോലീത്തയും സമുദായവും അവരോട് ജയത്തോടെ എതിർത്തു നിന്നു. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? പാത്രീസ്മാരുടെ അവരുടെ അന്ത്യോക്യ പാത്രീസ് മലങ്കര സഭയുടെ ഭരണകാര്യങ്ങളിൽ ഇടപെടാൻ ശ്രമിച്ചപ്പോൾ മെത്രാപോലീത്തയും സമുദായവും ഒറ്റക്കെട്ടായി അവരോട് ജയത്തോടെ എതിർത്തു നിന്നു. അതായത് 1911 അബ്ദുള്ള പാത്രീസ് മലങ്കരയിൽ വന്ന് സമുദായത്തിന്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാൻ ശ്രമിച്ചപ്പോൾ മെത്രാപോലീത്തയും സമുദായം ഒറ്റക്കെട്ടായിട്ട് അയാളോട് എതിർത്തു നിൽക്കാൻ തന്റെ ഇടം കാണിക്കണമായിരുന്നു. പക്ഷെ അവിടെ ഒരു വിഘടനമാണ് ഉണ്ടായത്. അത് ദൗർഭാഗ്യകരമായി പോയി എന്ന് പറയുന്നത്. ഈ ഒരു ബോധ്യം അന്നത്തെ കുറച്ചു പേർക്കെങ്കിലും ഈ ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ സഭയുടെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടാൻ പാത്രീസോ നമ്മുടെ പിതാക്കന്മാര് അങ്ങനെയുള്ള അവസരം ഉണ്ടായപ്പോൾ പിതാക്കന്മാര് അവരോട് എതിർത്ത് നിന്നതുപോലെ നമ്മൾക്ക് 1911 അബ്ദുള്ള നമ്മുടെ പള്ളികൾ നമ്മുടെ സഭ കയ്യേറാനും നമ്മളുടെ സഭയുടെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടാനും വന്നപ്പോൾ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് അയാളെ എതിർക്കാൻ സാധിച്ചില്ല. ഒരു വിഭാഗം പിന്തുണകൊണ്ടാണ് സഭാതർക്കം ഇന്നും ഇവിടെ നിലനിൽക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് പറയാം അല്ലേ? അതെ. ഈ അന്ന് ഇതിനു മുമ്പ് ഈ റോയൽ കോടതി വിധി പറയുന്നത് അതിനു മുമ്പ് ഈ പാത്രീസിന്റെ പ്രതിനിധികളോ പാത്രീസോ മലങ്കര സഭയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ വന്നപ്പോൾ ഒറ്റക്കെട്ടായിട്ട് സമുദായവും മലങ്കര മെത്രാപ്പോലീത്തയും അതിനെ എതിർത്തു. അതായത് പാത്രീസ് എന്ന് പറയുന്നത് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. മലങ്കര സഭയില് അനധികൃതമായി കൈകടത്താൻ ശ്രമിച്ച പാത്രിയർക്കീസിനെ വട്ടശ്ശേരി തിരുമേനി അന്നത്തെ ഭൂരിഭാഗം വിശ്വാസികളും എതിർത്തതിനോട് സമമായിട്ടുള്ള ഒരു പോരാട്ടമാണ് ഇപ്പൊ കനാനായ വിഭാഗം ഇപ്പൊ നടത്തുന്ന എനിക്ക് തോന്നുന്നു അല്ലേ? അവരുടെ ഇന്റേണൽ പ്രാക്ടീസിൽ പാത്രിയർക്കീസ് ഇടപെടാൻ വരുമ്പോ അവരതിനെ ചെറുത്തു നിൽക്കുന്നു. ഇതേ ചെറുത്തു നിൽപ്പാണ് മലങ്കര സഭ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ചെയ്തതെന്ന് പറഞ്ഞാൽ കൂട്ടിവയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വട്ടശ്ശേരി തിരുമേനി അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് ചെയ്തത്. കാരണം അദ്ദേഹത്തിന്റെ മുൻഗാമികൾ കാണിച്ചു കൊടുത്തത് പാത്രീസ് മലങ്കര സഭയിൽ കയ്യേറ്റത്തിന് വരികയാണെങ്കിൽ എതിർക്കണം എന്നാണ് അദ്ദേഹത്തിന് മുൻഗാമികൾ കാണിച്ചു കൊടുത്തത്. അതാണ് റോയൽ കോടതി വിധി പറയുന്നത്. സമുദായത്തെ ഒന്നിച്ചു നിർത്തി ഇത്തരം കയ്യേറ്റങ്ങളെ ചെറുക്കണം എന്നാണ് കോടതി വിധി പറയുന്നത്. ദൗർഭാഗ്യവശാൽ മലങ്കര സഭ കയ്യേറാൻ വന്ന അബ്ദുള്ള പാത്രീസ് കയ്യേറാൻ വന്നപ്പോൾ ഒരു കൂട്ടര് വിഘടിച്ച് പാത്രീസിനൊപ്പം നിന്നു. അതാണ് ഭാവകക്ഷി. അതൊരു വിഘടന പ്രസ്ഥാനമാണ്. അത് ഇവിടെ നിന്ന് കൃത്യമായി വ്യക്തമാണ്. നിങ്ങൾ സഭയുടെ ആഭ്യന്തര കാര്യത്തിൽ ആരെങ്കിലും പാത്രീസ് ആവട്ടെ, രാജാവട്ടെ, ദേവനമ്പുരാനാവട്ടെ, ആര് വന്നാലും, ദേവനമ്പുരാൻ ഞാൻ ഒരു ആവശ്യത്തിന് പറഞ്ഞാണ്. അപ്പം ഈ ആര് പുറത്തുനിന്ന് ആര് വന്നാലും അതിനെ ചെറുക്കേണ്ടതിന് പകരം ഒരു കൂട്ടർ മെത്രാപ്പോലിത്തയോട് വിഘടിച്ച് ഒരു 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 വിമത പ്രവർത്തനം നടത്തിയതാണ് ഈ 1911 ദൗർഭാഗ്യകരമായ മറ്റൊരു സംഗതി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കൃത്യമാണ് അന്ത്യോക്യ പാത്രീസിന്റെ മലങ്കരയിലെ അധികാരം ഒരു വേദ തലവൻ അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള ഒരു വ്യക്തി എന്ന് മാത്രമാണ്. അതിലുപരിയായിട്ട് മലങ്കര സഭയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അല്ലെങ്കിൽ മലങ്കര സഭയുടെ ഭരണകാര്യങ്ങളിൽ അന്ത്യോക്യ പാത്രീസിന് യാതൊരു അധികാരവും ഇല്ല എന്നത് റോയൽ കോടതിയിൽ നിന്ന് വ്യക്തമാണ്. അപ്പം അതിന് പിന്നെ റോയൽ കോടതി അടുത്തതായിട്ട് പറയുന്നത് മലങ്കര മെത്രാപ്പോലിത്തായെ പാത്രീസ് വാഴിക്കണമെന്നാണ്. അതായത് പാത്രീസ് മലങ്കര മെത്രാപ്പോലിത്തായെ മലങ്കര പള്ളിയോഗം തെരഞ്ഞെടുക്കണം. അതായത് തെരഞ്ഞെടുപ്പും വളരെ നിർബന്ധമാണ്. തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ തെരഞ്ഞെടുക്കപ്പെട്ട ആളെ വാഴിക്കേണ്ട ഉത്തരവാദിത്തം അന്ത്യോക്യ പാത്രീസിനാണ്. അപ്പൊ അന്ത്യോക്യ പാത്രീസ് നമുക്ക് ഈ ഒരു ഉദാഹരണം പറഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാകാൻ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മളുടെ പ്രധാനമന്ത്രിയെ അല്ലെങ്കിൽ തെരഞ്ഞെടുക്കുന്നത് നമ്മൾ ജനാധിപത്യപരമായി ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ്. അപ്പം ഈ പ്രധാനമന്ത്രിയെ നിയമിക്കുകയും സത്യപ്രതിജ്ഞ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. ഈ പ്രധാനമന്ത്രി ആരാവണം എന്ന് അതൊരു രാഷ്ട്രപതിയുടെ ഒരു ഉത്തരവാദിത്തം മാത്രമാണ്, ഒരു കടമ മാത്രമാണ്. അതൊരു അധികാരമല്ല രാഷ്ട്രപതിയുടെ. ഈ തെരഞ്ഞെടുക്കാൻ ഇന്ന ആള് പ്രധാനമന്ത്രി ആകണം എന്ന് തെരഞ്ഞെടുക്കുന്നതിനുള്ള അധികാരം ജനങ്ങൾക്കാണ്. ആ തെരഞ്ഞെടുക്കപ്പെട്ട ആളെ നിയമിക്കുക എന്നുള്ളതാണ് രാഷ്ട്രപതിയുടെ ഒരു ചുമതല എന്ന് പറയുന്നത്. അത് ഒരു അധികാരമല്ല, ഒരു കടമയാണ്.
അപ്പൊ അതേ ഒരു കടമയാണ് പാത്രികീസിനും ഇവിടെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മൾ മലങ്കര സഭ അതിന്റെ നമ്മുടെ സഭയുടെ തലവനെ നമ്മൾ ആഭ്യന്തരമായിട്ട് തിരഞ്ഞെടുക്കുന്നു. ആ ആളെ വാഴിക്കാനുള്ള ഒരു കടമ, അത് ഈ പാത്രികീസിനെ വാഴിക്കണം എന്നത് ഒരു നിർബന്ധമായിട്ട് കോടതി പറയുന്നുമില്ല. അപ്പം ഒരു കടമയായിട്ട് മെത്രാനെ വാഴിക്കാനുള്ള ഒരു കടമയായിട്ടും അതുപോലെ മൂറോൻ കൂദാശ ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം ഈ നമുക്ക് മലങ്കര സഭയില് മൂറോൻ കൂദാശ ചെയ്ത് നൽകാനുള്ള ഒരു ഉത്തരവാദിത്വം പാത്രികീസിന് ആണ് ഉള്ളത് എന്ന് റോയൽ കോടതി പറയുന്നുണ്ട്. നമ്മൾ ആ ഒരു കാര്യം അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ അതിനടുത്തതായിട്ട് ഇവിടെ നിന്ന് നമ്മൾ വ്യക്തമാകുന്ന കാര്യങ്ങൾ, ഈ റോയൽ കോടതി വിധിയിൽ മലങ്കര സഭയിലെ പാത്രികീസിന് ആത്മീയ അധികാരങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അത് മലങ്കര സഭയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഭരണസംബന്ധമായ കാര്യങ്ങളിൽ പാത്രികീസിന് ഇടപെടാൻ യാതൊരു അധികാരവും ഇല്ല എന്നും, അതേപോലെ ഈ പാത്രികീസ് ഒരു മെത്രാനെ വാഴിച്ച് ഇവിടെ വിട്ടു കഴിഞ്ഞാൽ അത് മലങ്കര സഭ മലങ്കര സഭ തെരഞ്ഞെടുത്ത ഒരു മെത്രാനല്ല എങ്കിൽ അയാൾക്ക് ഈ സഭയുടെ മേൽ യാതൊരു അധികാരവും ഇല്ല എന്നും റോയൽ കോടതി വിധി പറയുന്നുണ്ട്. അതായത് പാത്രികീസ് ഒരു മെത്രാനെ തെരഞ്ഞെടുത്ത് അല്ലെങ്കിൽ ഈ 1912 വട്ടശ്ശേരി തിരുമേനിയെ മുടക്കിയ ശേഷം കൊച്ചുപറമ്പിൽ പൗലോസ് മാർ കൂർലോസ് തിരുമേനിയാണ് പാത്രികീസ് പകരം മലങ്കര മെത്രാപ്പോലീത്തായിട്ട് വാഴിച്ച് വിടുന്നത്. അപ്പം അത് പാടില്ല എന്നും, അങ്ങനെ പാത്രികീസ് ഒരാളെ വാഴിച്ച് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അധികാരമില്ല എന്ന് റോയൽ കോടതി കൂടി അതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു അധികാരം പാത്രികീസിന് ഇല്ല എന്നും, ആ ഒരു അധികാര ദുർവിനിയോഗമാണ് അവിടെ പാത്രികീസ് നടത്തിയത് എന്നും വ്യക്തമാണ്. റോയൽ കോടതി വിധിക്ക് എതിരായിട്ടുള്ള ഒരു അധികാര സ്ഥാപനമാണ് ഈ മലങ്കര മെത്രാനെ മുടക്കിക്കൊണ്ട് തന്നിഷ്ടപ്രകാരം ഒരു മെത്രാനെ മലങ്കര മെത്രാപ്പോലീത്തയെ വാഴിച്ചത് എന്നും ഈ റോയൽ കോടതി വിധിയിലൂടെ നമുക്ക് വ്യക്തമാണ്. നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുക, നമുക്ക് വൈദേശിക ആധിപത്യത്തോട് പൊരുതി നിൽക്കുക എന്നുള്ളത് ഈ സഭയുടെ ഒരു സ്വഭാവമായിരുന്നു ആദ്യകാലം മുതൽ, അല്ലെ? ഇന്നൊരു സത്യം പഠിക്കുമ്പോഴാണെങ്കിലും അതിനുശേഷം വരുന്നതായ നമുക്കറിയാം 1806 അർത്താറ്റ് പടിയോല, മേലാൽ അന്ത്യോക്യായിൽ നിന്നോ റോമയിൽ നിന്നോ വല്ല പ്രദേശത്തു നിന്ന് വരുന്ന മെത്രാന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഉപദേശങ്ങളും നടപ്പുകളും അവരുടെ വഴി നടക്കാതെ പൂർവികമായ മാർത്തോമ പുറപ്പെടുവിച്ച വിചാരങ്ങളും ചട്ടങ്ങളും പുറപ്പെട്ടു നടക്കണം എന്ന് പറഞ്ഞ അർത്താറ്റ് പടിയോല എഴുതുന്നത് 1806 അപ്പൊ നമ്മുടെ സഭയുടെ സ്വഭാവം എന്ന് പറയുന്നത് തന്നെ വൈദേശിക സൗഹൃദങ്ങൾ വേണ്ടെന്നല്ല, നമുക്ക് പൗരോഹിത്യത്തിനും അതുപോലെ മഹാപൗരോഹിത്യത്തിനൊക്കെ ആവശ്യം വരുമ്പോൾ നമ്മൾ വൈദിക സഭകളുമായിട്ട് സൗഹൃദ ബന്ധവും അവരുടെ ആശ്രയം നമ്മൾ നേടാറുണ്ട്. പക്ഷെ അവരുടെ ഒരു ആധിപത്യം ഈ സഭയിൽ നമുക്ക് വരുന്ന എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ അതിനെ എതിർത്തിട്ടുമുണ്ട്. ആ ഒരു എതിർപ്പ് തന്നെയാണ് ക്രിസ്ത്യൻ അടച്ചിത്തിമയുടെ കാലത്ത് ഉണ്ടായിരുന്നതെന്നാണ് നമ്മളുടെ ഒരു കൺക്ലൂഷൻ, അല്ലേ? അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഈ ആരെയും നമ്മളുടെ ഒരു ആതിഥ്യ മര്യാദയ്ക്ക് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹമാണ് പ്രത്യേകിച്ച് ദ്രാവിഡന്മാര് അല്ലെങ്കിൽ ഇന്ത്യക്കാര്. നമ്മൾ ഇവിടേക്ക് വരുന്ന ഏത് നെസ്തോറിയൻ ആണെങ്കിലും യാക്കോബായക്കാരനാണെങ്കിലും അറബി ആണെങ്കിലും പറങ്കിയാണെങ്കിലും സിറിയക്കാരനാണെങ്കിലും അവരുടെ നിറമോ അവരുടെ മതമോ ജാതിയോ ഒന്നും നോക്കാതെ എല്ലാവരെയും നമ്മളുടേതായ എല്ലാ ആതിഥ്യ മര്യാദയും അനുസരിച്ച് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ അവരുമായിട്ടുള്ള നമ്മളുടെ എല്ലാ ബഹുമാനവും നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവരെ നമ്മളുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെട്ട് നമ്മളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ നോക്കുമ്പോൾ മാത്രമാണ് നമ്മൾ പ്രതികരിച്ചിട്ടുള്ളത്. അത് ആരെവിടെ ചെയ്താലും നമ്മൾ പ്രതികരിക്കും. അതൊരു സാമാന്യ ഒരു എന്താ പറയാ, അതൊരു നമ്മളുടെ ഒരു നാച്ചുറൽ റിയാക്ഷൻ ആണ്. നമുക്കെതിരെ ഒരു ബുദ്ധിമുട്ട് ആരെങ്കിലും നമ്മളുടെ ഒരു അതിഥിയായിട്ട് വന്ന ഒരാളെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും പ്രതികരിക്കും എന്നുള്ള ഒരു സ്വാഭാവിക തത്വം അനുസരിച്ച് നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും. നമ്മൾ പുറത്തുനിന്ന് വന്ന ഒരു വൈദേശ പ്രതികരിക്കുകയും അദ്ദേഹത്തോട് പോരാടുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അല്ലാതെ നമ്മൾ ആരെയും നമ്മൾ പർപ്പസ്ഫുള്ളി നമ്മൾ ആരോടും ഒരു വിദ്വേഷമോ നമ്മൾ ആരോടും ഒരു എതിർപ്പോ കാണിച്ചിട്ടില്ല. അന്ത്യോക്യ പാത്രികീസ് അദ്ദേഹത്തിന് കൊടുക്കേണ്ട എല്ലാ ബഹുമാനവും നമുക്ക് കൊടുക്കാം. ഭിന്നിപ്പുണ്ടാക്കാനും ഇവിടെ അധികാര കൈയേറ്റം നടത്താനും ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതികരിക്കാൻ നമ്മൾ അദ്ദേഹത്തെ ചെറുക്കാനുമുള്ളൊരു
ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട്, അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ആ സമയത്ത് പോയിന്റ് ഒരു വിഘടന വാദം കൂടെ സഭയിലുണ്ടായി. പിന്നെ ഞാൻ കേസിന്റെ കാര്യങ്ങൾ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പട്ടിപ്പണം കേസ് പോലുള്ള ആ കേസിന്റെ തുടർച്ചയും കാര്യങ്ങളും പറയണം എന്ന് ഞാൻ അത് തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നത് സമയത്തിന്റെ. പക്ഷെ ഒരു കാര്യം കൂടെ ഞാനൊരു മൂന്നാമത്തെ ഒരു വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് പ്ലേ ചെയ്യാം. അതുകൂടെ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു. നമുക്ക് നിരണം ഗ്രന്ഥാവലി ഉണ്ട്. നിരണം ഗ്രന്ഥാവലിയിൽ പിന്നെ ഒരു 8 or 9 മെത്രാന്മാരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന ആണ്ടിൽ ഇന്നവർ വന്നു. അതായത് ആ കൊല്ലം കുടിയേറ്റം, 2ാം സിറിയൻ കുടിയേറ്റം 825 നടന്നതിന് ശേഷവും പോർച്ചുഗീസുകാർ വരുന്നതിന് മുൻപായിട്ടും ഉണ്ടായിരുന്ന 8 16 800 yearsൽ ഒരു 8 or 9 പിതാക്കന്മാർ, അറ്റ്ലീസ്റ്റ് 1 every century. അത് വളരെ പരിമിതമാണെങ്കിലും അന്ത്യോഖ്യയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് തീർച്ചയായും കാണിക്കുന്നതാണ്. അത് തന്നെയുമല്ല, ഈ സാബോ റഫ്രോത്ത് പിതാക്കന്മാർ ചെയ്തത് വേറെ ഒരു പ്രസിദ്ധമായ കാര്യം നമ്മൾ പലർക്കും അറിയാം. അവര് ഉദയം പേരൂർ വില്ലുവാൾ വട്ടത്തിൽ യാക്കോബായക്കാരുടെ ഒരു രാജകുടുംബത്തെ സ്ഥാപിച്ചു. എന്നിട്ട് അവര് അന്ന് ഒരു നിശ്ചയം ചെയ്തതും മോതിരങ്ങൾ കൊടുത്തതും, അതായത് അർക്കദിയാക്കോനും ഒരു മോതിരം കൊടുത്തു, ഈ രാജാവെന്ന് പറഞ്ഞാൽ രാജകുമാരൻ, ഹി വാസ് എ പ്രിൻസ്. ഉദയം പേരൂർ വില്ലുവാൾ വട്ടത്തിൽ യാക്കോബ സ്വരൂപത്തിൽ യൗസേപ്പ് രാജ. അന്നത്തെ ഈ സാബോ റഫ്രോത്തുമാര് അദ്ദേഹത്തിന് യൗസേപ്പ് രാജാവെന്ന് പേര് കൊടുത്തത് അവരെ അയച്ച അന്ത്യോക്യ പാത്രിയർക്കീസിന്റെ പേര് അങ്ങനെ ആയിരുന്നു. അതുകൊണ്ടാണ് ആ രാജകുടുംബം വാസ്കോ ഡ ഗാമ കേരളത്തിൽ 1498 ഇറങ്ങുന്നതിന് കുറച്ചു മുൻപ് വരെ നിലനിന്നിരുന്നു. അതിൻ്റെ ടൈറ്റിൽ തന്നെ ഞാൻ ഒന്നുകൂടെ പറയാം. യാക്കോബ സ്വരൂപത്തിൽ വെല്ലുവാൾ വട്ടത്തിൽ, ഉദയം പേരൂർ യാക്കോബ സ്വരൂപത്തിൽ വില്ലുവാൾ വട്ടത്തിൽ യൗസേപ്പ് രാജ. ആ രാജാവിൻ്റെ അന്യം നിന്ന് പോയി, അതായത് മക്കളില്ലാതെ വന്നുപോയി. ആ ചെറു രാജ്യം, അതായത് സുറിയാനിക്കാർ എന്ന് പറയുന്ന ആ സമൂഹത്തെ പിന്നെ കൊച്ചി രാജാവ് ഏറ്റെടുക്കുകയായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണുന്നുണ്ട്. അതിനുശേഷം അവരുടെ ദിഷ്ടതികളെല്ലാം നോക്കി വന്നത് കൊച്ചി രാജാവായിരുന്നു എന്നുമുണ്ട്. അപ്പോൾ ഇത് സംഭവിച്ചത് 15ാം നൂറ്റാണ്ടിലാണ്. അതുവരെ തുടർച്ചയായി അന്ത്യോക്യ ഓക്കെ, ഇവര് പറയുന്നത് വില്ലുവാർ വട്ടം, അതായത് ഉദയംപേരൂരിൽ ആസ്ഥാനമായിട്ടുള്ള വില്ലുവാർ വട്ടം സ്വരൂപം, അതിനെപ്പറ്റി ഇവർ പറയുന്നത് യാക്കോബായ സ്വരൂപം എന്നാണ്. അത് ഏകദേശം 10ാം നൂറ്റാണ്ടിൽ അടുപ്പിച്ച്, നമ്മുടെ 9ാം നൂറ്റാണ്ട് 10ാം നൂറ്റാണ്ടിൽ അടുപ്പിച്ച് നമ്മുടെ സാബോർ അഫ്രോത്ത് പിതാക്കന്മാര് വന്നതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത ഒരു ഇതാണ്. ആ കുടുംബത്തിന്റെ ചരിത്രം ഈ റോയൽ കോടതി വിധിയിൽ കൊടുക്കുന്നത് ഞാനൊന്ന് വായിക്കാം. അതിനകത്ത് ഇവർ ഈ യാക്കോബായ എങ്ങനെയാണ് കയറി വരുന്നതെന്ന് ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും തോന്നുന്നു. അപ്പൊ ഇതില് അങ്ങനെ പടിഞ്ഞാറേ തീരത്തുള്ള ക്രിസ്ത്യാനികൾ ധനികന്മാരും മാന്യന്മാരുമായ ജനങ്ങളായി തീരുകയും അവരുടെ ഹിന്ദു അയൽക്കാരാലും രാജാക്കന്മാരാലും വളരെ ബഹുമാനിക്കപ്പെടുകയും ചെയ്തു. അവരുടെ ശക്തിയുടെ വർധനവിങ്കൽ ഓരോ ദോഷങ്ങൾ കൂടെ ഇല്ലായിരുന്നു എന്ന് പറയാൻ കഴിയുകയില്ല. അവർ മറ്റുള്ളവരുടെയും രാജാക്കന്മാരുടെയും അസൂയയ്ക്ക് പാത്രീഭവിച്ചു. അസൂയയുടെ പിന്നാലെ ഉപദ്രവങ്ങളും തുടങ്ങി. ശല്യങ്ങൾ സഹിക്കാകിയാൽ അവർ രാജസേവ ഉപേക്ഷിച്ച് ഒരു സംഘമായി കൂടി തങ്ങളുടെ രാജാവായി അവരിൽ നിന്ന് തന്നെ ഒരാളെ തിരഞ്ഞെടുക്കണമെന്ന് നിശ്ചയിക്കുകയും അങ്ങനെ തിരഞ്ഞെടുത്ത ഒരാളിനെ അപ്പോസ്തലനായ മാർത്തോമാ സുറിയാനിക്കാരുടെ രാജാവ് എന്ന് വിളിക്കുകയും ആ സമുദായത്തിന് സ്വരൂപം എന്ന നാമധേയം കൊടുക്കുകയും ചെയ്തു. അവർ യൂറോപ്യൻ മിഷണറിമാർക്ക്
മിഷണറിമാർക്ക് സാധാരണയായി ഡയാംബർ എന്നറിയപ്പെട്ടിരുന്ന ഉദയംപേരൂർ തങ്ങളുടെ തലസ്ഥാനമാക്കി. രാജ കുടുംബത്തിലെ പിൻവാഴ്ച ആ കുടുംബത്തിൽ തന്നെ പാരമ്പര്യമാക്കി. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞതിന് ശേഷം രാജാക്കന്മാരിൽ ഒടുവിൽ ഭരിച്ചിരുന്ന ആൾ സന്താനമില്ലാതെ മരിക്കയാൽ ക്രിസ്ത്യാനികൾ വീണ്ടും നാട്ടുരാജാക്കന്മാരുടെ അധികാരത്തിന് കീഴിലാകുകയും ചെയ്തു. അപ്പൊ ഇതാണ് ഈ വില്ലോർവട്ടം സ്വരൂപത്തിന്റെ ഒരു ചരിത്രം. അവിടെ പറയുന്നുണ്ട്, കൃത്യമായി പറയുന്നുണ്ട്, അപ്പോസ്തോലനായ മാർത്തോമാ സുറിയാനിക്കാരുടെ രാജാവ് എന്നതായിരുന്നു വില്ലാർവട്ടം സ്വരൂപത്തിന്റെ ടൈറ്റിൽ. ഇവര് അതിൻ്റെ ഇടയ്ക്ക് യാക്കോബായ സ്വരൂപം വെറുതെ യാക്കോബായ എന്ന് തള്ളിക്കയറ്റാണ്. ഒരു ചരിത്ര രേഖയിലും യാക്കോബായ എന്ന് വില്ലാർവട്ടം സ്വരൂപത്തിന് ഒരു ടൈറ്റിൽ ഉള്ളതായിട്ട് പറയുന്നില്ല. ഇവര് ഇതിലേക്ക് യാക്കോബായ കുത്തിക്കയറ്റി ആവശ്യമില്ലാതെ ചരിത്രം വളച്ചൊടിക്കുകയാണ്. ചരിത്രം വളച്ചൊടിച്ച് ചരിത്രം വ്യാജമായി ചമച്ചുണ്ടാക്കുകയാണ്. ഇതിലും പറയുന്ന വേറൊരു വിഷയമുണ്ട്. ഞാൻ ഇതിനകത്ത് വേറൊരു കാര്യമുള്ളത്, നമ്മുടെ ഇവര് പറയുന്നത് ജോസഫ് എന്ന പേരുള്ള ഒരു പാത്രികീസ്, ആ പാത്രികീസ് ആണ് ഈ സാബോർ അഫ്രോത്ത് പിതാക്കന്മാരെ അയച്ചത് എന്നും ആ പാത്രികീസ് ഇവരെ അയച്ച ജോസഫ് എന്ന പാത്രികീസിനുള്ള പേര് ആ ഒരു ഓർമ്മയുടെ ഭാഗമായിട്ടാണ് ഇവരെ സാബോർ ഈ വില്ലാർവട്ടത്തെ രാജാവിനെ ജോസഫ് എന്ന പേര് കൊടുത്തതെന്നാണ് ഇവർ പറയുന്നത്. AD 790-നും 92 ആ കാലഘട്ടമാണ് ഈ ജോസഫ് എന്ന് പറയുന്ന പാത്രികീസ് അന്ത്യോക്യയിൽ. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം. അങ്ങനെ ഈ ക്രോണോളജി നമ്മളുടെ സിറിയക് ഓർത്തഡോക്സ് റിസോഴ്സ് എന്ന് പറഞ്ഞ സൈറ്റിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അവരുടെ തന്നെ യാക്കോബക്കാരുടെ തന്നെ സൈറ്റാണത്. അതിൽ തന്നെ വെച്ച് 790 മുതൽ 792 വരെയാണ് ഈ ജോസഫ് എന്ന് പറയുന്ന ആ പേരുള്ള പാത്രികീസ് അന്ത്യോക്യയുടെ പാത്രികീസായിട്ട്. ഈ 792 ഈ ജോസഫ് എന്ന പാത്രികീസാണ് സാബോർ അഫ്രോത്ത് പിതാക്കന്മാരെ ഇന്ത്യയിലേക്ക് അയച്ചതെങ്കിൽ ഇവര് ഇന്ത്യയിൽ വരുന്നത് 825-ലാണ്. അതായത് ഈ 92-ഉം 25-ഉം എത്ര, ഏകദേശം 33 വർഷം ഇവര് ഇറാഖിൽ നിന്ന് അല്ലെങ്കിൽ പേർഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാൻ സമയമെടുത്തു എന്നാണ് പറയുന്നത്. അതായത് ഈ 92-ൽ ജോസഫ് എന്ന പാത്രികീസാണ് അയച്ചതെങ്കിൽ 5000 കിലോമീറ്റർ ആണ് സിറിയയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ദൂരം, കേരളത്തിലേക്കുള്ള ദൂരം. ഈ 5000 കിലോമീറ്റർ 5 കിലോമീറ്റർ വെച്ച് ഒരു ദിവസം നടന്നാൽ പോലും 2.5 വർഷം കൊണ്ട് കേരളത്തിൽ എത്തും. പക്ഷെ ഇവര് ഈ 92-ല് ജോസഫ് എന്ന പാത്രികീസ് അയച്ച സാബോർ അഫ്രോത്ത് പിതാക്കന്മാര് 33 വർഷം എടുത്തിട്ടാണ് കേരളത്തിൽ വരുന്നത്. അപ്പൊ ഇവരെങ്ങനെയാണ് ഒച്ച അവിടെ നിന്ന് നടന്ന് എഴഞ്ഞ് തുടങ്ങിയാൽ പോലും ഈ 33 വർഷത്തിനകം ഇന്ത്യയിലെത്തും. സാബോർ അഫ്രോത്ത് പിതാക്കന്മാർ മലങ്കരയിൽ വരണമെങ്കിൽ അവരൊരു 2.5 വർഷം മുമ്പ് മാത്രമായിരിക്കണം അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടാവുക. അതൊരു 823, കൂടിപ്പോയാലും 820, 5 വർഷം അവർ ട്രാവൽ ചെയ്തു എന്ന് വെച്ചു. അന്ന് ഈ ജോസഫ് എന്ന് പറയുന്ന പാത്രികീസിന്റെ അസ്ഥി പോലും കാണില്ല. ഈ 792 കാലം ചെയ്ത പാത്രികീസാണ് ഈ ജോസഫ് എന്ന് പറയുന്ന പാത്രി. അതിന് ആവശ്യമില്ലാതെ ഈ ജോസഫ് എന്ന പേരും ഈ അന്ത്യോക്യ പാത്രികീസും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി കഥകൾ ഉണ്ടാക്കുകയാണ്. ഈ വില്ലാർവട്ടം അപ്പോസ്തോലനായ മാർത്തോമാ സുറിയാനിക്കാരുടെ രാജാവ് എന്ന ടൈറ്റിലുള്ള വില്ലാർവട്ടം സ്വരൂപത്തിന്റെ പേര് യാക്കോബായ സ്വരൂപം എന്ന് ആവശ്യമില്ലാതെ മാറ്റി അനാവശ്യമായിട്ട് ചരിത്രത്തെ വളച്ചൊടിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചരിത്രത്തെ വളച്ചൊടിക്കാനും ഇത് തന്നെയാണ് ഈ ഷിബു പീഡിക്ക എന്ന് പറഞ്ഞ വ്യക്തി ചെയ്യുന്നത്. പാത്രീസ് കക്ഷിയിലെ പലരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഈ ആവശ്യമില്ലാത്ത എല്ലാ ചരിത്രവും ഈ പറങ്കികളുടെ വരവിന് മുമ്പുള്ള എല്ലാ ചരിത്രം വെറുതെ പാത്രികീസുമായിട്ട് അന്ത്യോക്യ യാക്കോബായ പാത്രികീസുമായിട്ട് കണക്ട് ചെയ്യാൻ ആവശ്യമില്ലാത്ത കഥകൾ ഉണ്ടാക്കുകയാണ് ഇവർ. യാതൊരു ചരിത്ര ബാക്കപ്പും സോഴ്സും ഒന്നും ഇല്ലാതെ ഇവര് അങ്ങനെ ചരിത്രം വളച്ചൊടിച്ചുണ്ടാക്കുകയാണ്. അപ്പം ഞാൻ വേറെ കുറച്ച് കാര്യമോടെ പറയണമെന്ന് ഉദ്ദേശിച്ചിരുന്നു നമ്മുടെ കാനൂനിന്റെയൊക്കെ ചരിത്രം. പക്ഷെ ഇപ്പൊ ഇന്ന് സമയം നമ്മളുടെ സമയം ഏറെക്കുറെ 1.5 മണിക്കൂറിലേക്ക് അടുക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ഡിസ്കഷൻസ് ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാന്ന് കരുതുന്നു അല്ലേ? അതെ, ഓക്കെ. പ്രധാനമായിട്ട് 4 പോയിന്റ്സ് ആണ് ചർച്ച ചെയ്തത്. ഒന്ന്, മാർത്തോമാ ശ്ലീഹായുടെ സഭാസ്ഥാപനത്തെ പറ്റി ഉണ്ടായിരുന്ന
ഈ സഭയുടെ വിശ്വാസം എന്തായിരുന്നു? പിന്നെ ഒരു കാര്യം കൂടെ നമുക്ക് പറയാം. നമ്മുടെ ഈ അങ്കമാലി ആർത്താറ്റ് പടിയോല എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആർത്താറ്റ് പടിയോലയിൽ കൃത്യമായി പറയുന്നുണ്ട് ഈ എല്ലാം വൈദേശിക പേർഷ്യ, അതുപോലെ റോമ, സിറിയ, ഈ 3 പാത്രീസുമാരുമായിട്ടും യാതൊരു വിധേയത്വവും പാടില്ല. മലങ്കരയുടെ മെത്രാപ്പോലിത്തയുമായി മാത്രമേ ആ മെത്രാപ്പോലിത്തയുടെ ആത്മീയ അധ്യക്ഷ സ്ഥാനം മാത്രമേ സ്വീകരിക്കാവൂ എന്നുള്ളതാണ് അങ്കമാലി ആർത്താറ്റ് പടിയോലയിൽ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഈ പടിയോല തന്നെ നമുക്കുണ്ട്. പടിയോല എഴുതപ്പെടുന്നത് അതെ. വായിക്കണം. അതിൽ ഞാനിപ്പോ ഡോക്യുമെന്റ് എടുത്തിട്ടുണ്ട്. വായിച്ചോളൂ. കൊല്ലം 981 മകരം ഞായറ്റിൽ പുത്തൻകൂർ സുറിയാനിക്കാരായ അർത്താറ്റ് ഇടവക്കാർ എല്ലാവരും കൂടെ നമ്മുടെ ദിവന്നാസ്യൂസ് ബാവ തിരുമുമ്പിൽ എഴുതി വെച്ച പടിയോലയാവിത്. നമ്മുടെ ജനങ്ങളിൽ ചിലർ പ്രദേശക്കാരുടെ ഇടത്തോട്ട് ഉപദേശം കേൾക്കയാൽ രോമാപ്പിച്ചിലേക്ക് തിരിഞ്ഞുപോയി വഴക്കു പിടിച്ച് പള്ളിയും പറ്റി അറിവ് കത്തനാർകെട്ട എടുപ്പാൻ ഇടവന്നു. ആ വന്നുകൊണ്ട് വളരെ വ്യാകുലത്തിന് ഇടവന്നതിനാൽ മേലാൽ അങ്ങനെ ഇടവരാതിരിപ്പാൻ വേണ്ടി റോമായിൽ നിന്നോ വാവോലിൽ നിന്നോ അന്ത്യോഖ്യായിൽ നിന്നോ മറ്റു വല്ല പരദേശത്തു നിന്നോ വരുന്ന യാതൊരു മെത്രാന്മാരുടെയും ഉപദേശങ്ങളും നടപ്പുകളും ഒരു നാളെ വിട്ട് വഴങ്ങി നടക്കാതെ നമ്മുടെ മാർത്തോമാ ശ്ലീഹായുടെ പൂർവിക വിശ്വാസവും ചട്ടങ്ങളും അനുസരിച്ച് നടന്നുകൊള്ളുമാർ സമ്മതിച്ച് തമ്പുരാനെ പെറ്റ അമ്മയുടെ അർത്താറ്റ് പള്ളി നടയിൽ വെച്ച് എഴുതിയ വികാരി തെക്കേക്കര കുര്യത് കത്തനാർ ഒപ്പ്. അങ്ങനെയാണ് അർത്താറ്റ് പടിയോലയ്ക്കകത്ത് എഴുതി. അതാണ് മലങ്കര നസ്രാണികളുടെ ഒരു നിലപാടും പൈതൃകവും അതാണ്. അതെ. അപ്പം ഇനി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ആദ്യം നമ്മൾ പറഞ്ഞത് മാർത്തോമാ ശ്ലീഹായുടെ സഭാസ്ഥാപനത്തെ പറ്റിയുള്ള ആദ്യകാല ചിന്തകളാണ്. റോയൽ കോളേജ് ജഡ്ജ്മെന്റ് പരിശോധിക്കുമ്പോൾ നവീകരണ വിഭാഗക്കാരും അതുപോലെ മലങ്കര സഭയും ഒരുപോലെ വിശ്വസിച്ചിരുന്നു മാർത്തോമാ ശ്ലീഹ ഇവിടെ വന്ന് സഭ സ്ഥാപിച്ചിരുന്നു എന്ന് നമ്മൾ കണ്ടു. പരിമള തിരുമേനിയുടെ കൽപ്പനയിൽ നിന്ന് മാർത്തോമാ ശ്ലീഹ ഇവിടെ സഭ സ്ഥാപിച്ചെന്നും അദ്ദേഹത്തിന്റെ പിന്തുടർച്ച ഇവിടെ ഉണ്ടായിരുന്നെന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ 6-ാം മാർത്തോമായുടെ ദൃക്സാക്ഷി മൊഴികൾ വായിക്കുമ്പോൾ ആ രേഖകൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതായിട്ട് നമ്മൾ നിരണം പള്ളിയിൽ വെച്ച് അത് നഷ്ടപ്പെട്ടു പോയതെ പറ്റിയും അദ്ദേഹത്തിന്റെ ദൃക്സാക്ഷികളൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം മാർത്തോമാ ശ്ലീഹ ഇവിടെ വന്ന് സഭ സ്ഥാപിച്ചു എന്നുള്ളത് മലങ്കര സഭയുടെ പൗരാണിക വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ ആണ് ഈ സഭ ഇന്ന് നിൽക്കുമ്പോൾ എന്നുള്ളതാണ് ആദ്യം നമ്മൾ വായിച്ചത്. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് കാതോലിക്ക സ്ഥാപനം എന്ന് പറയുന്നത് ഒരു വിഘടന വിഭാഗ ചിന്തയോ അല്ലെങ്കിൽ ഒന്നായിരുന്ന സഭയിൽ നിന്ന് ഒരു വിഭാഗത്തിന്റെ മാത്രം ചിന്തയോ ആയിരുന്നില്ല, മറിച്ച് ഒന്നായിരുന്ന സഭയുടെ ഏകമായ തീരുമാനവും പതിറ്റാണ്ടുകളായിട്ടുള്ള സഭയുടെ ആഗ്രഹവുമായിരുന്നു കാതോലിക്ക സ്ഥാപനം എന്നുള്ളത്. മാർത്തോമാ ശ്ലീഹായ സ്ഥാപിതമായ സഭയിൽ അർക്കോദിയോക്കന്മാരും മുപ്പന്മാരും ഭരിച്ചിരുന്നതായ സഭ എങ്ങനെ മർത്തോമാരിലേക്കും അതുപോലെ ദിവനാസ്യൂസുമാരിലേക്കും എത്തപ്പെട്ടോ അതുപോലെ ആ സഭാതലവന്റെ സ്ഥാനത്തിന്റെ ഒരു പൂർത്തീകരണമായിട്ട് നമുക്ക് കാതോലിക്കേറ്റിനെ പ്രതിഷ്ഠിക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ ഏകമായിരുന്ന സഭയുടെ ഒരുമിച്ചുള്ളതായ ഒരു തീരുമാനമായിരുന്നു കാതോലിക്കേറ്റ് സ്ഥാപനം എന്ന് നമ്മൾ കണ്ടു. പിന്നെ ഉള്ളത് കാതോലിക്കായി പത്രോലിക്കസും തമ്മിലുള്ളതായ സ്ഥാനം. നമ്മൾ റൈറ്റിംഗ്സ് റോയൽ കോളേജ് ജഡ്ജ്മെന്റിനകത്ത് പുടിയിലെ ടു പ്രൈറ്ററുടെ അതല്ലേ റെഫറൻസ് നമ്മൾ പറഞ്ഞത്? ഇന്ത്യൻ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ചർച്ച് എന്ന് പറഞ്ഞ പുസ്തകത്തിന് അദ്ദേഹം പറയുന്നത് കാതോലിക്കയ്ക്ക് ഉള്ളതായ സകല അധികാരവും പത്രോലിക്കസിനും ഉള്ള, അതായത് പത്രോലിക്കസിന്റെ അധികാരങ്ങൾ എല്ലാം ചേർത്താണ് കാതോലിക്കായി അഭിഷേകം ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടു. അതുപോലെ പത്രോലിക്ക സ്ഥാനത്തിന്റെ ചരിത്രം മലങ്കര സഭയില് ഒരു വേദത്തലവൻ, പരിശുദ്ധനായ വാക്കുകൾ ഉദ്ധരിക്കുകയാണ്, ഒരു വേദത്തലവന്റേത് മാത്രമാണ് എന്നും അതല്ലാതെ ആത്മീക അധികാരത്തിന് അപ്പുറം, അധികാരം എന്ന് പറയുമ്പോൾ കൗദാശികപരമായ ഉള്ളതായ സ്ഥാനങ്ങൾക്കും വേദത്തിന് ലഭിച്ചിരുന്ന ബഹുമതികൾക്കും ഉപരിയായിട്ട് ഒരു കടന്നുകയറ്റമോ അല്ലെങ്കിൽ അധികാരപരമായ ഒരു അധികാരമോ അല്ലെങ്കിൽ ഒരു റൈറ്റോ അദ്ദേഹത്തിന് ഒരിക്കലും, അല്ലെങ്കിൽ ലൗകികമായ ഒരു അധികാരം ഈ സഭയിൽ ഉണ്ടായിരുന്നില്ലെന്നും എല്ലാ കാലത്തും മലങ്കര സഭയുടെ ഒരു പൊതു സ്വഭാവം തന്നെയായിരുന്നു വൈദേശിക ശക്തികളോട് അവരുടെ സൗഹൃദത്തിലായിരിക്കുന്നതിനോട് ചേർന്ന് തന്നെ അവരുടെ ആധിപത്യത്തെ നമ്മൾ എതിർത്തിരുന്നു. അവർ വൈദേശിക ശക്തികളുമായിട്ടുള്ളതായ സൗഹൃദവും അവരുടെ സഹായങ്ങൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളതായ മറ്റ് സഭകളുമായിട്ട് നമ്മൾ സഹകരിച്ചിരുന്നു. പക്ഷെ അവരുടെ ഒരു ആധിപത്യം, ഈ സഭയുടെ മേൽ അധികാരം സ്ഥാപിക്കാനുള്ളതായ ഒരു സ്വഭാവം അവർ കാണിക്കുന്ന പശ്ചാത്തലത്തിൽ അവരെ എതിർക്കുക എന്നുള്ളത് മലങ്കര സഭയുടെ ഒരു സ്വഭാവമായിരുന്നു. ആ സ്വഭാവമാണ് വടശ്ശേരി തിരുമേനിയുടെ കാലത്തും ഉണ്ടായിരുന്നതെന്ന് നമ്മൾ കണ്ടു. പിന്നെ അവസാനം നമ്മൾ കണ്ട വില്ലാറോട്ടിൽ രാജകുടുംബത്തെ പറ്റി കാണുമ്പോൾ ഈ അടുത്തിടയ്ക്ക് കുറച്ച് സോറീസ് അതിന്റെ പിന്നിലുണ്ട്. അതല്ലാതെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ പ്രധാനമായിട്ട് 4 പോയിന്റ്സ് ആണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ ചർച്ചകൾ കുറെ പേര് കേൾക്കുന്നുണ്ട്
എന്നതിന്റെ ഒരു തെളിവാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നതായ പല കമന്റ്സും. നിങ്ങളുടെ കമന്റ്സ് നിങ്ങൾ സഭ്യമായതായിട്ടുള്ള കമന്റ്സ്, അക്കാഡമിക് ഇൻട്രസ്റ്റോട് കൂടിയുള്ളതായ കമന്റ്സ് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അതിനുള്ള റെസ്പോൺസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് ചുമതലയുമുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു താല്പര്യം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അറിയുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള പ്രോഗ്രാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ, ഇപ്പൊ ഞാൻ യൂട്യൂബിനകത്ത് നോക്കിയപ്പം അനേകം തന്നെ വ്യൂവേഴ്സ് അതിനുണ്ട്. ഫേസ്ബുക്കിലും യൂട്യൂബിലും ലൈവ് പോകുമ്പോൾ രണ്ടിടത്തും വ്യൂവേഴ്സ് നമുക്ക് അധികം ഉണ്ട്. അപ്പൊ അത് ഈ ജനങ്ങളുടെ താല്പര്യമാണ് വ്യക്തമാക്കുന്നത് എനിക്ക് മനസ്സിലായത്. അപ്പം ഈ ഒരു താല്പര്യത്തിൽ ഞങ്ങളുള്ള സ്നേഹത്തെയും ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പം ഏറെക്കുറെ എല്ലാ പോയിന്റ്സും കവേർഡ് ആയെന്ന് തോന്നുന്നു അല്ലേ? ഇത് പറയാനുണ്ടോ? അല്ല, ഇനിയും പോയിന്റ്സുകളുണ്ട്. നമ്മുടെ കേസുകളുടെ ഒരു ചരിത്രം പറയാനുണ്ട്. കാനോന്റെ ചരിത്രം, നമ്മുടെ 18 കാനോൻ തമ്മിൽ ഒരു സെഷൻ നമ്മളിത് കഴിഞ്ഞ് നമ്മൾ വരും വീക്സിൽ നമ്മൾ സൺഡേസിൽ നമ്മൾ കണ്ടക്ട് ചെയ്യാനായിട്ട് ആലോചിക്കുന്നുണ്ട്. അപ്പൊ അത് ഈ ഡിസ്കഷൻസും ഞങ്ങൾ ഇനിയും ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ഇപ്പൊ ലഭിക്കുന്നതായ ഈ ഒരു സഹകരണം തന്നെ സഭ്യമായ രീതിയിലുള്ളതായ കമന്റ്സും പ്രോത്സാഹനങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അത് ഞങ്ങൾ അറിയുന്നുണ്ട്. അപ്പൊ അതിനുള്ള നന്ദിയും ഇതിനുള്ള അറിയിക്കുകയാണ്. അപ്പൊ വേറൊന്നുമില്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാമല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ ഇന്നത്തെ ലൈവിൽ സഹകരിച്ച ഇത്രയും നേരം ഞങ്ങളെ കേട്ടു തന്ന എല്ലാവരോടുമായി നന്ദി നിങ്ങൾ പ്രകാശിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു.